നമ്മുടെ വത്തിക്കാൻ കൗൺസിലിന്റെ പ്രബോധനങ്ങളുടെ പരമ്പര നമ്മളിന്ന് 56-ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ എന്താണ് പഠിച്ചിരുന്നത് നമുക്ക് ഓർമ്മയുണ്ട്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് ഈ ലൂമൻ ജെൻസിയത്തിന്റെ ഏതാണ്ട് അവസാന ഭാഗങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സഭയുടെ ഭാഗധേയത്തെക്കുറിച്ചാണ്. തിരുസഭയ്ക്ക് എന്താണ് ലഭിക്കാനിരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ഈ ഭൗമിക സഭയ്ക്ക് സ്വർഗീയ സഭയോടൊക്കെയുള്ള ബന്ധം എന്താണ് എന്നതൊക്കെയാണ് പരിചിന്തനത്തിന്റെ വിഷയം. അപ്പോഴാണ് നമ്മൾ സ്വർഗത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ കാര്യമായി സംസാരിച്ചത്. അത് വളരെ കാര്യമായി സംസാരിച്ചു എന്ന് പറയാനില്ല, വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് സ്വർഗത്തെക്കുറിച്ചൊക്കെയുള്ള ചില ഫിലോസഫിക്കൽ ആർഗ്യുമെന്റ്സ് അതൊന്നും നമ്മൾ പരാമർശ വിഷയമാക്കിയില്ല. പകരം അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഡോക്ട്രൈനൽ കോർ മാത്രമാണ് നമ്മൾ സംസാരിച്ചത്, എന്താണ് സ്വർഗം എന്നതിനെ കുറിച്ചൊക്കെ. ഇന്ന് സ്വാഭാവികമായും മറ്റ് രണ്ട് സ്ഥലങ്ങൾ അഥവാ അവസ്ഥകളെ കുറിച്ച് പറയണം. നരകവും ശുദ്ധീകരണ സ്ഥലവും. പറയാൻ വലിയ സന്തോഷവും സുഖമൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണത്. സ്വർഗത്തെക്കുറിച്ച് കേൾക്കുന്നത് പോലെ അത്ര രസകരമായിരിക്കണം എന്നില്ല നരകത്തെക്കുറിച്ച് കേൾക്കുന്നത് രസകരമാണെങ്കിൽ പോലും അവിടേക്ക് പോകുന്ന അത്ര രസകരമായിരിക്കണം എന്നില്ലെന്ന് നമുക്കറിയാമല്ലോ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സ്വർഗത്തെക്കുറിച്ചൊക്കെയുള്ള ധാരാളം പ്രബോധനങ്ങളുണ്ട്. പക്ഷെ സ്വർഗത്തിൽ പോയവരെ കുറിച്ചുള്ള പ്രബോധനങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ സഭയുടെ കാനനൈസേഷൻ പ്രോസസ്, സ്വർഗത്തിന് അവകാശികളായ ആളുകളെ കുറിച്ച് പറയുന്നതൊക്കെയാണ് നമുക്കറിയാം. പക്ഷേ നരകത്തിൽ പോയവരെ കുറിച്ച് കാര്യമായ പരാമർശങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നരകം ഇതെങ്ങനെ ഉണ്ടായി, അത് ഇപ്പൊ അവിടെ ആരൊക്കെയാ ഉള്ളത് തുടങ്ങിയ വിവരങ്ങളെക്കുറിച്ചൊന്നും ഈശോ സംസാരിക്കുന്നുമില്ല. സഭയുടെ പ്രബോധനങ്ങളിലും ധാരാളമായി നമുക്ക് കാണാൻ പറ്റില്ല. അതെന്താണ് എന്ന് നിങ്ങൾ ആകാംക്ഷയോടെ ആലോചിച്ചിട്ടുണ്ടാവും. സ്വർഗത്തെക്കുറിച്ചൊക്കെ ഇത്രമാത്രം കാര്യങ്ങൾ പറയുമ്പോൾ നരകം എങ്ങനെയുണ്ടായി, നരകം ആരാണ് അവിടെ നരകത്തിൽ പോയിട്ടുള്ളത്, ആദ്യം പോയത് ആരാണ്, അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും എന്നതിനെ കുറിച്ചൊന്നുള്ള വിശദമായ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങളൊന്നും ഞാൻ ചെറുപ്പത്തിൽ ആലോചിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു തരുവാണെങ്കിൽ നമുക്കൊരു വ്യക്തത ഉണ്ടാകുമായിരുന്നല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. നരകം ഇങ്ങനെയായിരിക്കും, അവിടെ തിളച്ച എണ്ണ ഉണ്ടാവും, അതിനകത്ത് ഇങ്ങനെ മുക്കുമ്പോൾ ഇങ്ങനെ തൊലിയൊക്കെ പൊള്ളും, പിന്നെ എടുത്തിട്ട് പൊളിക്കും, എന്നിട്ട് മുളകൊക്കെ പുരട്ടും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പണ്ട് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇതുപോലെ കൃത്യമായി ഇതെന്താണ് നരകം, അവിടെ എന്തൊക്കെയാ ഉള്ളതെന്നൊരു ഒരു ഇൻഫർമേഷൻ, ബാക്കി എന്തെല്ലാം കാര്യം പറയുന്നതല്ലേ, അത് പറഞ്ഞുകൂടെ എന്ന് ഞാൻ ചെറുപ്പത്തിൽ വിചാരിച്ചിട്ടുണ്ട്. സഭ പക്ഷേ അങ്ങനെയൊന്നും വിശദമായി സംസാരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ അവിടേക്ക് പോകാനല്ല ഉദ്ദേശിക്കുന്നത്. നരകത്തെക്കുറിച്ച് ആകെ പറയുന്നത് വളരെ ചെറിയ കാര്യങ്ങളാണ്. അത് എന്തൊക്കെയാണെന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയും. എന്തുകൊണ്ടാണ് നരകത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കാത്തത് എന്നതിനെക്കുറിച്ച് നമ്മൾ പറയും. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സ്വർഗോന്മുഖമായി ജീവിക്കേണ്ടവരും സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടവരും സ്വർഗത്തെ കാത്തിരിക്കേണ്ടവരുമാണ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും ദൈവം കൂടുതൽ നമ്മളോട് സംസാരിക്കുന്നത് അപ്പൊ നമുക്കായി ഒരുക്കിയിരിക്കുന്നത് സ്വർഗമാണ്, നരകം നമുക്കായി ഒരുക്കിയിരിക്കുന്നതല്ല. അതുകൊണ്ടാണ് ദൈവത്തിന് നരകത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കാത്തത്. ഒരുപക്ഷെ ഈശോയുടെ പ്രബോധനങ്ങളിൽ നരകത്തിന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ചുള്ള വളരെ ഡെഫിനിറ്റീവ് ആയിട്ടുള്ള പ്രബോധനങ്ങളുണ്ട്. പക്ഷെ അതിന്റെ ന്യൂആൻസുകളിലേക്കൊന്നും പോകുന്നതൊന്നും നമ്മൾ കാണില്ല. എനിവേ, നരകത്തെക്കുറിച്ചും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുമാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത്. സ്ഥലത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമാണ് എന്നാണ് പറയേണ്ടത്. പക്ഷെ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അതിനൊരു പറഞ്ഞ ശേഷം ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പറയുക എന്നുള്ളതാണ്. അതിനൊരു കാരണമുണ്ട്. നരകത്തെക്കുറിച്ചൊന്ന് വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ പറഞ്ഞാലാണ് നമുക്ക് അതിൽ നിന്ന് എങ്ങനെയാണ് ശുദ്ധീകരണ സ്ഥലം ഡിഫറൻ്റ് ആയിരിക്കുന്നത് എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിന്റെ ഒരു ക്രമം വിട്ടിട്ട് ആദ്യം കുറച്ച് നരകത്തെക്കുറിച്ച് പറയാം എന്നാണ് വിചാരിക്കുന്നത്. ആദ്യമായിട്ടായിരിക്കും നരകത്തെക്കുറിച്ച്, ചിലപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ, നരകത്തെക്കുറിച്ച് ചിലപ്പോൾ ഇങ്ങനെ ക്ലാസ് കഴിയുമ്പം ഇപ്പൊ ഞങ്ങൾക്ക് നരകം എങ്ങനെയാണെന്ന് ഏകദേശം മനസ്സിലായി എന്ന് ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്ന് ഞാനും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചില ക്ലാസ്സുകളെ കൂടിക്കഴിയുമ്പം ആളുകൾക്ക് അങ്ങനെ തോന്നാൻ പോലും സാധ്യതയുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് തോന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പ്രവേശിക്കാം. നരകം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതാണ് ചോദ്യം. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞാൽ, നരകം എന്ന് പറയുന്നത് അത് സ്വർഗരാജ്യത്തിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ന് ചുമ്മാ വളരെ ബാലിശമായ വാക്കുകളിൽ പറയാം. എന്താണ് സ്വർഗം എന്നതിന്റെ മറുവശമാണ് നരകം എന്താണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം. എന്താണ് സ്വർഗം എന്നതിന്റെ കൊടുക്കുന്ന ഉത്തരത്തിന്റെ മറുവശമാണ് എന്താണ് നരകം എന്നതിന്റെ ഉത്തരം. അതുകൊണ്ട് തന്നെ സ്വർഗത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതൊക്കെ, സ്വർഗം അതിന്റെ ആനന്ദത്തെക്കുറിച്ച്, ദൈവത്തോട് കൂടെയായിരിക്കുന്നതിനെ കുറിച്ച്, കൂട്ടായ്മ എന്ന് പറയുന്ന രഹസ്യത്തെക്കുറിച്ച് ഒക്കെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, അഥവാ അതൊന്നും ഇല്ലാതിരിക്കലാണ് നരകം എന്നതാണ് അതിന്റെ കാര്യം. നരകത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പം ഒന്നാമത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ,
നരകം എന്നൊരു കാര്യം ഉണ്ട് എന്നുള്ളതാണ് ആദ്യം പറയേണ്ട കാര്യം. അതെന്തുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞത്? അപ്പൊ നമുക്കറിയില്ല എന്ന് ചോദിച്ചാൽ, നരകത്തിന്റെ എക്സിസ്റ്റൻസ് ഇന്നത്തെ ഒരു മോഡേൺ വേൾഡിൽ, പ്രത്യേകിച്ച് ഒരു ഇച്ചിരി പലപ്പോഴും പല വിശ്വാസ കൂട്ടായ്മകളുടെ ഒക്കെ ഇടയിൽ പോലും, അപൂർവം ചില സോക്കോൾഡ് തിയോളജിയൻസിന്റെ ഇടയ്ക്ക് പോലും, ചില പ്രീച്ചേഴ്സിന്റെ ഇടയ്ക്കൊക്കെ പോലും നരകം എന്ന് പറയുന്ന കാര്യത്തെ കുറച്ചൊന്ന് സബ്സൈഡ് ചെയ്തോ, അല്പം ഒന്ന് താഴ്ത്തി, വലിയ വലിയ ബലമൊന്നും കൊടുക്കാതെയൊക്കെ പറയാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അവർക്ക് പറയാനുള്ള ഉത്തരവ് ഇതാണ്: ദൈവം നല്ലവനാണ്, അവിടുന്ന് ആരെയും നരകത്തിലേക്കൊന്നും വിടാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ പറയേണ്ടത് സ്വർഗത്തെക്കുറിച്ചാണ്. മാംസം സ്വീകരിച്ച നമുക്ക് അർഹമായിരിക്കുന്ന സ്വർഗമാണ്. അപ്പൊ അതുകൊണ്ട് ദൈവം നമുക്ക് സ്വർഗമേ തരാൻ പോകുന്നുള്ളൂ. നരകത്തെക്കുറിച്ചൊക്കെ എന്ന് പറയുന്നത് നമുക്കൊരു ഓർമ്മയുണ്ടാകാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നരകത്തിലേക്കൊന്നും ആരും പോകാൻ പോകുന്നില്ല എന്ന വിധത്തിൽ നരകത്തെക്കുറിച്ച് പറയുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ നരകം എന്നൊരു കാര്യമില്ല, നിങ്ങൾ വെറുതെ ഹെൽ എക്സിസ്റ്റ് ഓർ നോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ വെറുതെ ഗൂഗിളിൽ ഇട്ടാൽ, കോറ പോലെയുള്ള സൈറ്റുകൾ ആദ്യം പറയാൻ പോകുന്നത് ഹെൽ ഈസ് എ ലൈ എന്നാണ്. നരകം എന്ന് പറയുന്ന ഒരു നുണയാണ്. ഞാൻ വളരെ രസകരമായി കണ്ട ഒരു കാര്യം, ഈ കോറ എന്ന് പറയുന്ന ഒരു ആളുകളുടെ അഭിപ്രായങ്ങൾ ഉത്തരങ്ങളായി എഴുതുന്ന ഒരു സൈറ്റ് ഉണ്ട്. അതിനകത്ത് അവർ എഴുതിയേക്കുന്ന കാര്യം ഇതാണ്: നരകം എന്ന് പറഞ്ഞ ഒരു നുണയാണ്. ഈ നുണ സത്യത്തിൽ കാത്തലിക്സ് ഉണ്ടാക്കിയ നുണയല്ല. കാത്തലിക്സ് ഉണ്ടാക്കിയ നുണയല്ല. കാത്തലിക്സ് അത് ഏറ്റുപിടിച്ചതേ ഉള്ളൂ. സ്വരാഷ്ട്രീയത്തിനകത്തൊക്കെ ഉണ്ടായിരുന്ന നുണയാണത് എന്നൊക്കെ പറഞ്ഞുള്ള ആൻസറുകളൊക്കെ നമുക്ക് കാണാം. വലിയൊരു ശതമാനം ആളുകളെ സംബന്ധിച്ച്, പൊതുവിൽ ആളുകൾക്ക് നരകത്തെക്കുറിച്ച് കേൾക്കാൻ തന്നെ താല്പര്യമില്ല. അത് നന്മ ചെയ്യുന്നവർക്കല്ല, തിന്മ ചെയ്യുന്നവർക്ക് നരകത്തെക്കുറിച്ച് കേൾക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് നരകമുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ നരകമില്ല എന്ന് പറയുന്നത് കേൾക്കാനാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്, പൊതുവെ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈശോ വളരെ അസന്നിഗ്ധമായി പഠിപ്പിക്കുകയാണ്, നരകം എന്നൊരു കാര്യമുണ്ട്. നരകം ഈസ് എ റിയാലിറ്റി, ഹെൽ ഈസ് എ റിയാലിറ്റി. സ്വർഗം ഉള്ളതുപോലെ തന്നെ നരകവും ഉണ്ട് എന്നുള്ളതാണ് ഈ കാര്യത്തെക്കുറിച്ചുള്ള കത്തോലിക്ക പ്രബോധനത്തിന്റെ അടിസ്ഥാനപരമായ രഹസ്യം. അതുകൊണ്ട് അതൊരിക്കലും നിഷേധിക്കപ്പെടരുത് എന്നാണ്. നരകം എന്ന് പറയുന്നത് കത്തോലിക്ക വിശ്വാസ പ്രബോധനത്തിന്റെ ഭാഗമാണ് എന്ന് തിരുസഭയുടെ പ്രബോധനം തന്നെ എടുത്തു പറയുന്നുണ്ട്. വത്തിക്കാൻ കൗൺസിലിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലുമിനൻസ് 48ാമത്തെ പാരഗ്രാഫിലും അത് വീണ്ടും കോട്ട് ചെയ്തുകൊണ്ട് CCCയുടെ 1030 മുതലുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഇത് കാണും. നരകം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നരകം എന്ന് പറയുന്നത് അതൊരു ഒരു 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 ട്രൂത്താണ്, ഒരു വിശ്വാസ സത്യമാണ് എന്ന് തിരുസഭ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നരകമില്ല എന്ന് പഠിപ്പിക്കുന്ന ആളുകളെ സൂക്ഷിക്കണം. നരകമില്ല എന്ന് പറയുന്ന ആളുകളുടെ വാദഗതികൾ അതെത്ര ആകർഷകമായി തോന്നിയാലും അതിനെ സൈഡിലേക്ക് മാറ്റിവെക്കാൻ കത്തോലിക്ക വിശ്വാസിയായിരിക്കുന്ന ഒരാൾക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം അത് പരിശുദ്ധ പിതാവ് മാർപ്പാപ്പയുടെ അടുത്ത് തന്നെ, ഫ്രാൻസിസ് പാപ്പയുടെ അടുത്ത് തന്നെ എനിക്ക് തോന്നുന്നു പലതവണ പല ജേർണലിസ്റ്റുകൾ വന്ന് പാപ്പായോട് നരകം ശരിക്കും ഉണ്ടോ, ആരെങ്കിലും നരകത്തിൽ പോകുമോ, ആരാ നരകത്തിൽ പോയത് അറിയാവുന്നത് എന്ന മട്ടിലൊക്കെയുള്ള ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പാപ്പ ചില ഉത്തരങ്ങളൊക്കെ പറയുന്നതിന് ദുർവ്യാഖ്യാനം ചെയ്ത് നരകമില്ല എന്ന് ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞു പോലും ചില വാർത്തകളൊക്കെ കൊടുക്കുകയും ആ വാർത്തകൾക്കെതിരെ വത്തിക്കാൻ പത്രക്കുറിപ്പുകൾ ഇറക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ നരകമില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനെ കൊട്ടിഘോഷിക്കാൻ വേണ്ടി ധാരാളം ആളുകളുണ്ട് എന്നതാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ രത്നചുരുക്കം. അതുകൊണ്ട് നരകത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം പറയേണ്ട കാര്യം നരകം എന്നതൊരു യാഥാർത്ഥ്യമാണ് എന്നതാണ്. അതുണ്ട് എന്ന കാര്യമാണ് ആദ്യം പറയേണ്ടത്. ഇനി രണ്ടാമത് പറയേണ്ടത് എന്താണ്? നരകം എന്തുകൊണ്ടാണ് നരകം ഉണ്ടായിരിക്കുന്നത് എന്നൊരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് നരകം ഉണ്ടായിരിക്കുന്നത്? നരകം ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ 2 ക്വാളിറ്റീസ് മൂലമാണ് നരകം ഉണ്ടായിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഇതെന്താ അങ്ങനെയെന്ന് തോന്നും, അല്ലെ? ദൈവത്തിന്റെ ക്വാളിറ്റി മൂലം നരകം ഉണ്ടായിരിക്കുന്നു. അതെങ്ങനെ ശരിയാവും? ദൈവത്തിന്റെ ക്വാളിറ്റി അല്ലെ, ദൈവത്തിന്റെ കുഴപ്പം മൂലം എന്നാണ് പറഞ്ഞെങ്കിൽ പിന്നെ നമുക്ക് മനസ്സിലാവും. ദൈവം അങ്ങനെ ദുഷ്ടന്മാരെ മനുഷ്യരെയൊക്കെ ശിക്ഷിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്ന അങ്ങനത്തെ ഒരു ഭീകരനായ ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്, അതുകൊണ്ട് നരകമുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. പക്ഷെ ദൈവത്തിന്റെ 2 സുപ്രധാന ക്വാളിറ്റികൾ ആണ് നരകത്തിന്റെ പ്രൂഫും നരകത്തിന്റെ കാരണവും. എന്തൊക്കെയാണത്? ഒന്നാമത്തേത് ദൈവത്തിന്റെ സ്നേഹമാണ് അതിന്റെ കാരണം. കേൾക്കുമ്പം നമുക്ക് ശരിക്കും ഞെട്ടൽ തോന്നാൻ സാധ്യതയുണ്ട് കാര്യമായി അതിനെ കേൾക്കുന്നവർക്ക്. നരകം ഉണ്ടായിരിക്കാൻ കാരണം ദൈവത്തിന്റെ സ്നേഹമാണെന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെയുണ്ടാവും? എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ, ഒരാൾ മനുഷ്യനാകാൻ, മൃഗമല്ലാതിരിക്കാൻ, അഥവാ ഒരു കല്ലല്ലാതിരിക്കാൻ, ഒരു മരമല്ലാതിരിക്കാൻ അവൻ എന്താണ് ഉണ്ടാകേണ്ടത്? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എന്താണ് അവനെ ഒരു മൃഗത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു കല്ലിൽ നിന്നോ ഒരു ചെടിയിൽ നിന്നൊക്കെ വ്യത്യസ്തനാക്കുന്നത്? ഇനി എന്താണ് അവനെ ഒരു അടിമയിൽ നിന്നും പുത്രനാക്കുന്നത്? ഇത് രണ്ടും ഒരുത്തരമാണ്.
എന്ന് പറഞ്ഞാൽ ഒരുവനെ മനുഷ്യനാക്കുന്നത് എന്താണ്, ഒരു മനുഷ്യനെ ഒരു ഒരു മകനാക്കുന്നത് എന്താണ്. ഒരു മകനെയും ഒരു അടിമയും, ഒരു വീട്ടിലൊരു മകനും ഉണ്ട് അടിമയും ഉണ്ടെന്ന് വിചാരിക്കുക. ഇവർ രണ്ടുപേർക്ക് ഈ പറഞ്ഞ കണ്ണും മൂക്കും ഒക്കെ ഉണ്ട്, രണ്ടുപേർക്കും ബുദ്ധിയും ആലോചനാശേഷിയൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യത്തിലാണ് ഇവർ വ്യത്യസ്തരായിരിക്കുന്നത്. ഒരാൾ വെറും അടിമ എന്ന് നമ്മൾ പറയും, മറ്റേയാൾ ആ കുടുംബത്തിലെ മകനാണ് എന്ന് പറയും. അപ്പൊ മകൻ എന്ന് പറയുന്ന ഡിഗ്നിറ്റി, മകൻ എന്ന് പറയുന്ന ഉന്നതമായ സ്ഥാനം അവനുണ്ടായിരിക്കുന്നത് എന്ത് കാരണത്താലാണ്? ആ വീട്ടിലെ പണ്ടത്തെ ഒരു പശ്ചാത്തലത്തിലൊക്കെയാ പറയുന്നത്. ഞാനൊരു ഒരു ഒരു എന്താ പറയാ, സോഷ്യോളജിക്കൽ കാര്യത്തെ കുറിച്ചല്ല പറയുന്നത് ഓർക്കണം. ഒരു അടിമയുടെ സ്ഥാനം, ഒരു അടിമ അവൻ എന്താണ് ഇല്ലാതിരിക്കുന്നത് എന്നാണ് ചോദ്യം. അവൻ ഇല്ലാതിരിക്കുന്നതും പുത്രൻ ഉണ്ടായിരിക്കുന്നതും മനുഷ്യനെ മനുഷ്യനാക്കുന്നതും സ്വാതന്ത്ര്യം എന്ന് പറയുന്ന കാര്യമാണ്. ചോയ്സ്, അതിനുള്ള അവസരമാണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ. നന്മയുമുണ്ട് തിന്മയുമുണ്ട്. ഇതിൽ നിന്ന് ആലോചിച്ച് അവന് നന്മയായി തീരുന്ന കാര്യത്തെ എടുക്കാനുള്ള ശക്തിയാണ് സ്വാതന്ത്ര്യം. നന്മയായിട്ടുള്ളതിനെ എടുക്കാനുള്ള ശക്തിയാണ് സ്വാതന്ത്ര്യം. അത് ഉണ്ടാകണമെങ്കിൽ തിന്മയുടെ സാധ്യതയും ഉണ്ടായിരിക്കണം. രണ്ട് കാര്യങ്ങൾ, യെസ് ഓർ നോ എന്ന് പറയുന്നിടത്താണ് ഞാൻ ഇതെടുക്കുന്നു അല്ലെങ്കിൽ അതെടുക്കുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അതേസമയം ഒരു കല്ലിനെ സംബന്ധിച്ച് നോക്കുക, കല്ലിന് ഒരിക്കലും ഒരു നന്മ ചെയ്യാൻ പറ്റില്ല. അതിന് ജീവനില്ലാത്തതുകൊണ്ടാണ് നമുക്ക് പറയാം. ഒരു മൃഗത്തിനും നന്മ ചെയ്യാൻ പറ്റില്ല. മൃഗത്തിന് നന്മ ചെയ്യാൻ പറ്റില്ല. ഒരു പട്ടി വാലാട്ടുകയോ കുരയ്ക്കുകയോ ഒക്കെ ചെയ്ത് നമുക്ക് ഉപകാരം ചെയ്യുമായിരിക്കും, പക്ഷെ അതിന് നന്മ ചെയ്യാൻ പറ്റില്ല. നന്മ എന്ന് പറഞ്ഞാൽ എന്താണ്? തിന്മയും നന്മയും ഇരിക്കെ തിന്മ വേണ്ടെന്ന് വെച്ചിട്ട് നന്മ എടുക്കുന്നതിനെയാണ് ഒരാൾ ചെയ്യുന്ന നന്മ എന്ന് പറയുന്നത്. അതിനകത്ത് ഒരാളുടെ തീരുമാനം ഇൻവോൾവ് ആണ്. നമ്മൾ അതിന്റെ ഡോക്ടറൈനൽ വശങ്ങളെക്കുറിച്ച് നമ്മൾ വായിച്ചു തന്നെ കേൾക്കും. ഞാൻ അതിനെ ഒന്ന് പൊതുവിൽ പറയുന്നു മാത്രമേ ഉള്ളൂ. നന്മ ചൂസ് ചെയ്യാനുള്ള ശക്തിയാണ് ഒരു മനുഷ്യന് ഉള്ള ശക്തിയാണ് അവനെ മനുഷ്യനാക്കുന്നത്. അവനെ മനുഷ്യനാക്കുന്നത് അവന് നൽകപ്പെട്ടിരിക്കുന്ന സ്വാതന്ത്ര്യമാണ്. ദൈവം അവന് സ്വാതന്ത്ര്യം നൽകിയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം അവനെ അടിമയായിട്ടല്ല സൃഷ്ടിച്ചിരിക്കുന്നത്, ഒരു കല്ലായിട്ടോ മൃഗമായിട്ടോ ചെടിയായിട്ടോ അല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. തൻ്റെ ഹൃദയത്തിന്റെ സ്നേഹത്തിന്റെ പങ്കാളിയായിട്ടാണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധഗ്രന്ഥം പഠിപ്പിക്കുന്നതിന്റെ കാര്യം അതാണ്. അപ്പം നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പോലും ദൈവത്തിന്റെ അനന്ത സ്നേഹത്തിൽ നിന്നാണ്. സ്നേഹത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് ദൈവത്തിൽ തന്നെയുള്ള നന്മകൾക്ക് അവകാശമുണ്ട്. അതിൽ സുപ്രധാനമായ ഒരു നന്മയാണ് സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം അവനിൽ നിലനിൽക്കുന്നിടത്തോളം കാലം അവന് അതും ചൂസ് ചെയ്യാം, ഇതും ചൂസ് ചെയ്യാം. അതിനുള്ള ഫ്രീഡം ദൈവം അവന് കൊടുത്തിരിക്കുന്നു. അത് കൊടുത്തില്ലെങ്കിൽ അവനെ ഒരു മൃഗമായി താഴ്ത്തലായിരിക്കും. അപ്പോൾ അനന്തമായ സ്നേഹം മൂലം ദൈവം അവനെ ഈ ചോയ്സിന് അനുവദിച്ചിരിക്കുകയാണ്. അത് അങ്ങേയറ്റം നിനക്ക് എന്നെപ്പോലും ചൂസ് ചെയ്യാം എന്ന് മാത്രം, അത്രമാത്രം പോലും ദൈവം അവനെ അനുവദിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നിനക്ക് എന്നെ ഡിനേ ചെയ്യാം, നിനക്ക് എന്നെ ചൂസ് ചെയ്യുകയും ചെയ്യാം എന്ന വിധത്തിലാണ് ദൈവം ഒരാളെ വിളിക്കുന്നത്. ഈ വിളി എന്ന് പറയുന്നതിനകത്ത് പോലും അതാ ഉള്ളത്, അല്ലെ? വിളിക്കുക എന്ന് പറഞ്ഞാൽ പിടിച്ചോണ്ട് പോകലല്ലോ, ക്ഷണമാണത്. എനിക്ക് വേണമെങ്കിൽ ക്ഷണത്തെ അക്സെപ്റ്റ് ചെയ്യാം, എനിക്ക് വേണമെങ്കിൽ ക്ഷണത്തെ നിരസിക്കാം. അപ്പോൾ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നതിന്റെ അടയാളമാണ് ഇവന് രണ്ട് സാധ്യതകളും വെച്ചിരിക്കുന്നത്. ആ സാധ്യതയിൽ രണ്ട് സാധ്യതയും വെച്ചിരിക്കുമ്പോൾ രണ്ടും എടുക്കാനുള്ള ഫ്രീഡം ഉണ്ടല്ലോ. അതിൽ നെഗറ്റീവായിട്ടുള്ള കാര്യം എടുക്കുമ്പോഴാണ് അവൻ നരകത്തിന് അർഹനായി തീരുന്നത്. എന്ന് പറഞ്ഞാൽ സ്വർഗം വെച്ചിരിക്കുന്ന അവനെ പിടിച്ചു സ്വർഗത്തിൽ കൊണ്ടുപോകുക പോലും ചെയ്യാതെ അവന്റെ സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ദൈവം അവൻ ആ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് നരകത്തെയും നിലനിർത്തുന്നത്, നരകവും ഉണ്ടായിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ എക്സിസ്റ്റൻസ് തന്നെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെയും മനുഷ്യനോടുള്ള ആദരവിന്റെയും മനുഷ്യന് കൊടുക്കുന്ന ഉന്നതമായ സ്ഥാനത്തിന്റെയും തെളിവാണ്, അടയാളമാണ്. ഒന്നാമത്തെ കാര്യം, ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു എന്ന് പറയുന്ന ഡിവൈൻ ക്വാളിറ്റിയുടെ, എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യൻ ചുമ്മാ ചവിട്ടി കാൽക്കീഴിൽ ഇട്ടേക്കുന്ന അടിമയാക്കി വെച്ചേക്കുന്ന ദൈവമല്ല, തന്നോടൊപ്പം തന്നെ തന്റെ സൃഷ്ടിയെ വിലമതിക്കുന്ന ക്വാളിറ്റിയുള്ള ദൈവമാണ് എന്നാണ്. ആ ക്വാളിറ്റിയുടെ ഭാഗമാണ്, അഥവാ ആ ക്വാളിറ്റി വ്യക്തമാകുന്ന ഇടമാണ് നരകം. ദൈവത്തെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് ഞാൻ അവിടേക്കാ ചൂസ് ചെയ്യുന്നത് എന്ന് പറയാനുള്ള സ്പേസ് പോലും ഇട്ട് അവനെ പുത്രനാക്കിയിരിക്കുന്ന, അല്ലെ? അടിമയ്ക്ക് സ്വന്തം തീരുമാനമില്ല, പുത്രൻ അതുണ്ട്. അതുകൊണ്ടാണ് ധൂർത്തപുത്രന് ഇറങ്ങിപ്പോകാൻ പറ്റുന്നത്. അടിമയ്ക്ക് അങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റില്ല, പട്ടാളക്കാർ വന്ന് പിടിച്ചോണ്ട് വരും അവനെ, കാരണം അവനെ വാങ്ങിയേക്കുന്നതാണ്. അങ്ങനെ അല്ലാതെ അവനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് നരകമുണ്ട് എന്ന വിശ്വാസത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നരകമുണ്ട് എന്ന് പറയുന്നത് പോലും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അടയാളമാണ് എന്നതാണ് ആദ്യം പറഞ്ഞ കാര്യം. ഇനി രണ്ടാമത്തത്, ദൈവത്തിന്റെ മറ്റൊരു ക്വാളിറ്റിയാണ് നരകത്തിന്റെ പ്രൂഫ്, എക്സിസ്റ്റൻസിന്റെ പ്രൂഫ്. അതോടൊപ്പം തന്നെ നരകത്തിന്റെ കാരണവും എന്താണത്? ദാറ്റ് ഈസ് ജസ്റ്റിസ്. ദൈവം നീതിമാനാണ് എന്ന കാര്യമാണ്. ദൈവം നീതിമാനാണ്. എന്താണ് അതിന്റെ അർത്ഥം? നീതി എന്ന് പറയുന്നത് എന്താണ്? അർഹിക്കുന്നവന് അർഹിക്കുന്നത് കിട്ടുക എന്ന് പറയുന്നതാണ് നീതി. അർഹിക്കുന്നവന് അർഹിക്കുന്നത് ലഭിക്കുന്നതാണ് നീതി. ഇപ്പൊ ഉദാഹരണത്തിന് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്ന ഒരാൾക്ക്
അന്ന് ഒരു 1000 രൂപയാണ് കൂലി എന്ന് വിചാരിക്കുക, ആ തൊഴിലിന് കൂലി എന്ന് വിചാരിക്കുക. 1000 രൂപയ്ക്ക് പണിയെടുക്കുന്ന ഒരാൾക്ക് 1000 രൂപ നൽകുക എന്നുള്ളതാണ് നീതി, അല്ലെ? നൽകുക എന്നുള്ള നീതി. ഇനി അതോടൊപ്പം തന്നെ അത് ചെയ്യാത്ത ഒരാൾക്ക് അത് നൽകാതിരിക്കുക എന്ന് പറയുന്നതും നീതിയാണ്. സ്വാഭാവിക നീതിയുടെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ദൈവിക നീതിയുടെ കാര്യങ്ങൾ വരാം. നൽകാതിരിക്കുക എന്ന് പറയുന്ന നീതിയാണ്. ഒരു നന്മ ചെയ്യുന്ന ഒരാൾക്ക് അവാർഡ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണ നാട്ടുനടപ്പാണ്, അല്ലെ? ഒരു 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 ജീവൻ രക്ഷാ പതക്കം കൊടുക്കുന്നു. ഒരാളുടെ ജീവൻ രക്ഷിക്കുന്ന ഒരാൾക്ക്, ഒരു കുഞ്ഞ് ഒരാളുടെ ജീവൻ, സ്വന്തം ജീവൻ റിസ്കിലാക്കിക്കൊണ്ട് വെള്ളത്തിൽ ചാടി ഒരു കൊച്ചിനെയൊക്കെ രക്ഷിച്ചു. സ്വാഭാവികമായും അടുത്ത വലിയൊരു ഫംഗ്ഷനിൽ, റിപ്പബ്ലിക് ഡേക്കൊക്കെ, രാജ്യം ആൾക്ക് അതിന്റെ ഒരു ജീവനുമായി ബന്ധപ്പെട്ട ഒരു പരമോന്നത ബഹുമതിയായ ജീവൻ രക്ഷാ പതക്കം കൊടുത്ത് ആദരിക്കും. അപ്പോൾ ജീവൻ രക്ഷിക്കുന്ന, നന്മ ചെയ്യുന്ന ഒരാളെ ആദരിക്കുക എന്ന് പറയുന്നത് ഒരു നീതിയുടെ ഭാഗമാണ്. എന്നാൽ അതുപോലെ തന്നെ ഒരാളെ വെള്ളത്തിലേക്ക് തള്ളിയിട്ട് കൊന്ന ഒരാൾ, ആ ആൾക്ക് ശിക്ഷ കിട്ടുക എന്ന് പറയുന്നതും നീതിയാണ്, അല്ലെ? കൊന്നയാളെയും ജീവൻ രക്ഷിച്ചയാളെയും ഒരുപോലെ അവാർഡ് കൊടുക്കുന്നത് നീതിയല്ല എന്ന് നമ്മൾ ആരും പറയും, ശരിയല്ലേ? ഒരു രാജ്യം അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു, കൊന്നവർക്കും അവാർഡുണ്ട്, ജീവൻ രക്ഷിച്ചവർക്കും അവാർഡുണ്ട് എന്ന് വിചാരിക്കുക. നമുക്കത് കേൾക്കുമ്പോൾ തന്നെ ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യും. കാരണം എന്താണ്? അത് സ്വാഭാവിക നീതി പുലർത്തുന്ന ഒരു രാജ്യത്തിന് പോലും അംഗീകരിക്കാൻ പറ്റില്ല. ഒരു സമൂഹത്തിനും ഇത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ഈ നീതിയുടെ കൺസെപ്റ്റ് മനുഷ്യന്റെ മനസാക്ഷിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ, ഒരാൾ മറ്റൊരാളുടെ ഒരു അനീതി കാണിച്ചാൽ വേറെ ആരും പറയാതെ, പുറത്ത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ശിക്ഷിക്കാൻ വരാതെ തന്നെ അയാളുടെ ഉള്ളിൽ അത് തെറ്റാണെന്ന് ബോധ്യപ്പെടാൻ തുടങ്ങും, അസ്വസ്ഥത ആരംഭിക്കും, തന്നെ അത് ശിക്ഷിക്കാൻ തുടങ്ങും. അങ്ങനെ നരകത്തിന്റെ അനുഭവം ആൾക്ക് ഉള്ളിൽ നിന്ന് തൊട്ടേ തന്നെ ആരംഭിക്കും. നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് പറയാം. നരകം എവിടെ നിന്നാണ് ആരംഭിക്കുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് അതിനെക്കുറിച്ച് പറയാം. എനിവേ, അവന്റെ ഉള്ളിൽ തന്നെ അത് ആരംഭിക്കും. അപ്പോൾ തിന്മ ചെയ്യുന്നവർക്ക് ശിക്ഷയുണ്ടായിരിക്കണം എന്നുള്ളത് ഒരു പുറത്തുനിന്ന് വരുന്ന ഒരു ഫോഴ്സ് അല്ല, പകരം ഇറ്റ്സ് ആൻ ഇന്റേണൽ റിയാലിറ്റി. ഒരാൾക്ക് നന്മ ചെയ്യുമ്പോൾ ആനന്ദം ഉണ്ടാകുന്നത് പോലെ തന്നെ തിന്മ ചെയ്യുമ്പോൾ വേദനയും ദുഃഖവും അയാൾക്കുള്ളിലുണ്ടാകും. അത് അയാൾക്ക് ലഭിക്കുന്ന ശിക്ഷയുടെയൊക്കെ ഭാഗമാണ്. കുറ്റബോധം എന്നൊക്കെ നമ്മൾ പറയും. ചിലപ്പോൾ ജീവിതം മടുത്തു തോന്നും. ആകെ തിന്മയിൽ ജീവിക്കുന്നവര് അതൊരു കുറച്ച് കഴിയുമ്പോഴേക്കും പോയി ആത്മഹത്യയൊക്കെ ചെയ്യാൻ പോകുന്നു. കാരണം ജീവിക്കുന്നതിന് അർത്ഥമില്ല. നല്ലൊരു ഉദാഹരണം യൂദാസാണ്. യൂദാസ് തിന്മ ചെയ്യുന്നു മനസ്സിലാക്കി കഴിയുമ്പം യൂദാസ് ചെയ്യാൻ പോകുന്നു, എനിക്കിന്റെ ജീവിതം പോലും വേണ്ട എന്ന് പറഞ്ഞു. അത്രമാത്രം തന്റെ ഉള്ളു മരിച്ചു കഴിഞ്ഞു എന്ന് യൂദാസ് തിരിച്ചറിയുകയാണ്. ആലോചിച്ച് നോക്കുക, തിന്മയ്ക്ക് അതിന്റെ ശിക്ഷ ഇൻഹെറന്റ് ആണ്, അതിന്റെ ഉള്ളിൽ തന്നെ ആന്തരികമായി അടങ്ങിയിരിക്കുന്നതാണ്. അപ്പൊ നോക്കിക്കേ, ഇതിലേത് വേണേലും എടുക്കാനുള്ള ഫ്രീഡം കൊടുത്തിരിക്കുന്നു. എടുക്കുമ്പോൾ അതിന്റെ പരിണിത ഫലവും കൂടി എടുക്കേണ്ടി വരും. അത് ദൈവിക നീതിയാണ്. നന്മ ചെയ്യുന്ന ഒരാൾക്ക് ദൈവം സ്വർഗം നൽകാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്ന അതേ നീതിയാണ് തിന്മ ചെയ്യുന്ന ഒരാൾക്ക് ആ ആൾ ചൂസ് ചെയ്തിരിക്കുന്ന, അർഹിക്കുന്ന അവസ്ഥ നൽകുക എന്ന് പറയുന്നു. അപ്പൊ നോക്കിക്കേ, നരകത്തെക്കുറിച്ച് ആദ്യം പറയേണ്ട കാര്യം, നരകം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യം എന്തുകൊണ്ടുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഉത്തരം ദൈവത്തിന്റെ മഹനീയമായ ക്വാളിറ്റി തന്നെയാണ്, ദൈവത്തിന്റെ മഹത്വം തന്നെയാണ് നരകം ഉണ്ടായിരിക്കാനുള്ള കാരണം എന്നാണ്. കാര്യം നരകം ഒരു മോശം കാര്യമാണെങ്കിലും അത് ഉണ്ടായിരിക്കാനുള്ള കാരണം ദൈവത്തിന്റെ രണ്ട് പ്രധാന ക്വാളിറ്റീസ് ആണ്. വേറെയും പലത് പറയാനുണ്ട്, പക്ഷെ പ്രധാന ക്വാളിറ്റി ഒന്ന് ദൈവത്തിന്റെ മനുഷ്യനോടുള്ള സ്നേഹവും ആദരവും ബഹുമാനവും. രണ്ടാമത്തേത് ദൈവത്തിന്റെ നീതിബോധം. നീതി തന്നെയാണ്, നീതി എന്ന് പറയുന്ന ഉന്നതമായ ശ്രേഷ്ഠമായ ക്വാളിറ്റി, അതിന്റെ പൂർണ്ണതയാണ് ദൈവം ഹിംസെൽഫ് ഈസ് ജസ്റ്റിസ്. ദൈവം തന്നെ നീതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവവിചാരമുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് നീതിബോധവും നീതിന്യായ വ്യവസ്ഥകളും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പോലും ഒരു നീതിന്യായ കോടതിയിൽ ഒരാൾ ചെന്ന് നിൽക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തെ, അയാളുടെ വിശ്വാസ സംഹിതയെ തൊട്ടിട്ടാണ് ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നത്. കാരണം ഇതെപ്പോഴും സത്യം ദൈവമാണ്, നീതി ദൈവത്തിൽ നിന്ന് വരുന്നതാണ് എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പാശ്ചാത്യ ലോകങ്ങളിലൊക്കെ വളർന്നു വന്ന ന്യായ സംഹിതകളുടെയൊക്കെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാനൻ ലോ തന്നെയാണ്. അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ലോകത്തിലെ പല നമ്മുടെ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളതെന്നൊക്കെ നമുക്കറിയാം. അത് റോമൻ ലോയുടെ പശ്ചാത്തലത്തിലാണ് ക്യാനൻ ലോയ്ക്ക് വളർന്നത് എന്നത് നമുക്കറിയാം. പക്ഷെ അവിടെയൊക്കെ ഈ ദൈവവുമായിട്ടുള്ള ബന്ധം, ഈ ശിക്ഷ, റിവാർഡ്, അതായത് നന്മ കൊടുക്കുന്നു, ശിക്ഷ കൊടുക്കുന്നു എന്ന് പറയുന്ന കാര്യം, ഇത് രണ്ടും ദൈവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് എന്ന് മനുഷ്യ മനസാക്ഷിക്ക് ബാല്യം മുതൽ തന്നെ അറിയാം. മനുഷ്യ മനസാക്ഷിയുടെ ബാല്യം മുതൽ തന്നെ അറിയാം എന്നതാണ് എന്റെ സത്യം. അപ്പൊ അതാണ് അതിനെക്കുറിച്ച് പെട്ടെന്ന് ആദ്യം പറയേണ്ട കാര്യം. ഇനി നരകത്തെക്കുറിച്ച് തിരുസഭ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കേട്ടോണ്ട് നമുക്കതിനെ വിശദീകരിക്കാം. അതിങ്ങനെ 1033 പാരഗ്രാഫിൽ, CCCയുടെ പാരഗ്രാഫിൽ, ഈ CCCക്കകത്ത് പറയുന്നു എന്ന് പറഞ്ഞാൽ CCCയിൽ എഴുതിയിരിക്കും നല്ല അതിന്റെ അർത്ഥം, സഭയുടെ ആകമാനമുള്ള പ്രബോധനങ്ങളിൽ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും
സഭയുടെ പ്രബോധനങ്ങളിൽ നിന്നും സഭാപിതാക്കന്മാരുടെ രചനകളിൽ നിന്നും കൗൺസിലുകളിൽ നിന്നും ലിറ്റർജിയിൽ നിന്നുമൊക്കെ സമാഹരിച്ചിരിക്കുന്ന കണ്ടന്റ് ആണ് CCC-ക്കകത്തുള്ളത്. അപ്പൊ അതിനകത്ത് അടുക്കി വെച്ചിരിക്കും. നമുക്ക് എളുപ്പത്തിൽ റെഫർ ചെയ്യാൻ എളുപ്പമുള്ളത് കൊണ്ടും നിങ്ങളുടെ കയ്യിലൊക്കെ അത് കൂടുതലുള്ളത് CCC ആയിരിക്കും. ഇപ്പോൾ തന്നെ ഫസ്റ്റ് വത്തിക്കാൻ കൗൺസിൽ എടുക്കാൻ പറഞ്ഞാൽ ഉണ്ടാവുന്നില്ല. അങ്ങനെ ഉള്ളത് കൊണ്ടും ഞാൻ CCC-യെ ബേസ് ചെയ്ത് അതിനെ കോട്ട് ചെയ്ത് പറയുന്നതാണ്. ഭാവിയിൽ നമുക്ക് ഉപയോഗിക്കാനും കൂടി എളുപ്പത്തിൽ. അതാണ് എന്റെ കാര്യം. അല്ലാതെ CCC-യിൽ ആദ്യം എഴുതിയെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ CCC-യെ കുറിച്ച് പറയുമ്പോൾ ഉള്ള ഒരു മാർജിൻ ഇട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. 1933 അത് പറഞ്ഞു തുടങ്ങുന്നതിനാണ്, നാം ദൈവത്തെ സ്വതന്ത്ര മനസ്സോടെ സ്നേഹിക്കാനായി നിശ്ചയിക്കുന്നില്ലെങ്കിൽ നമുക്ക് അവിടുത്തോട് ഐക്യപ്പെട്ടിരിക്കാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ഐക്യപ്പെട്ടിരിക്കാൻ ദൈവം വിചാരിച്ചാൽ പോരാ എന്നുള്ളതാണ് മനുഷ്യ സൃഷ്ടിയുടെ ശ്രേഷ്ഠമായ ഒരു കാര്യം. നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇപ്പൊ നമ്മളൊന്ന് ആലോചിക്കും, നമ്മൾ മനുഷ്യൻ ഒരു റോബോട്ടിനെ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു. ഏതെങ്കിലും മനുഷ്യൻ, ബോധമുള്ള ഏതെങ്കിലും മനുഷ്യൻ റോബോട്ടിനെ ഉണ്ടാക്കുമ്പോൾ അവന് നിയന്ത്രിക്കാൻ കഴിയാത്തതുപോലത്തെ ഒരു റോബോട്ടിനെ ഉണ്ടാക്കും. നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കി. നമ്മൾ ആദ്യം ചെയ്യുന്ന ആ റോബോട്ടിനെ എങ്ങനെ വരുതിയിൽ നിർത്താമെന്നാണ്, അല്ലെ? അതിനാവശ്യമായ പ്രോഗ്രാമിംഗ്, അതൊരു എറർ വന്നാൽ പോലും അത് നമുക്ക് ഹാനികരമാകാതിരിക്കണം എന്ന വിധത്തിലുള്ള പ്ലാനിങ്, ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി കാര്യങ്ങൾ വെച്ചുകൊണ്ടേ ഒരു റോബോട്ടിനെ പോലും ഒരു മനുഷ്യൻ നിർമ്മിക്കുകയുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്റെ വരുതിയിൽ അത് നിൽക്കണം, എന്നെ സേവിക്കണം, ഞാൻ കൊടുക്കുന്ന കമാൻഡുകൾ അതിനനുസരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ റോബോട്ടിനെ പോലും, ഞാൻ ഒരു സയന്റിസ്റ്റ്, റോബോട്ടിനെ പോലും സൃഷ്ടിക്കുന്നത്. ഒരിക്കലും ആ സൃഷ്ടിക്കുന്ന ആളെ പോലും അറ്റാക്ക് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ, ചോയ്സ് എടുക്കാവുന്ന വിധത്തിൽ മനുഷ്യൻ ഒരിക്കലും ഒരു റോബോട്ടിനെ സൃഷ്ടിക്കില്ല. മനുഷ്യനായതുകൊണ്ടാണ് അങ്ങനെ. അപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്, ദൈവമേ ഇതെന്ത് പണിയാണ് ദൈവം കാണിക്കുന്നത്? തന്നോട് പോലും ചേർന്ന് നിൽക്കാൻ താൻ വിചാരിച്ചാൽ പോരാ, അവൻ വിചാരിക്കണം എന്ന മട്ടിൽ സൃഷ്ടി നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിന്റെ സ്ഥിതി? ലോകത്തിലെ ഒരു മതസംവിധാനത്തിനും ഒരു വിശ്വാസ സമൂഹങ്ങൾക്കും ഇങ്ങനെ ഒരു ദൈവത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ പറ്റില്ല. നമുക്കും പറ്റില്ലായിരുന്നു, ദൈവം നമുക്ക് വെളിപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ. ദൈവം വെളിപ്പെടുത്തുന്ന മഹനീയനായ ദൈവത്തിന്റെ ശ്രേഷ്ഠതയാണ് ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നത്. ആ ശ്രേഷ്ഠനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നതിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം തന്നെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? അവന് സ്വാതന്ത്ര്യം നൽകി. അവനോട് പറയുക മാത്രമേ എന്നുള്ളൂ, നീ നടുക്ക് നിൽക്കുന്ന മരത്തിന്റെ പഴം പറിക്കുന്നത്. അത് ലിറ്ററൽ അല്ല എന്ന് നിങ്ങൾക്കറിയാം. ഞാൻ മുമ്പ് പറഞ്ഞിട്ട് നമ്മൾ ഇനി പറയാനും ഇരിക്കുന്നു. പകരം അവിടെയുള്ളത് എന്താണ്? അവന് ചോയ്സ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. നന്മ ഇതാണ് ശരി, പക്ഷെ അവിടെ തിന്മയും ഉണ്ട്. നിനക്ക് നിന്റെ ഫ്രീഡം ഉപയോഗിച്ച് നീ നന്മ എടുക്കണം, അപ്പോഴാണ് നിനക്ക് വിലയുണ്ടാവുകയുള്ളല്ലോ എന്നുകൊണ്ടാണ് ദൈവം അവനോട് അങ്ങനെ സംസാരിക്കുന്നത്. ഇനി അത് സ്വീകരിക്കുന്ന ഈ മനുഷ്യന് ദൈവത്തോളം വിലയുണ്ടാകുന്നു എന്നുള്ളതാണ് അതിന്റെ കാര്യം. അതുകൊണ്ട് വിശുദ്ധ സഭയുടെ പ്രബോധനം പഠിപ്പിക്കുകയാണ്, നാം ദൈവത്തെ സ്വതന്ത്ര മനസ്സോടെ സ്നേഹിക്കുവാനായി നിശ്ചയിക്കുന്നില്ലെങ്കിൽ നമുക്ക് അവിടുത്തോട് ഐക്യപ്പെട്ടിരിക്കാൻ കഴിയില്ല. ഇത് നമ്മുടെ നിശ്ചയമാണ്. നോക്കുക, ദൈവത്തോട് ഐക്യപ്പെടണോ വേണ്ടയോ എന്നുള്ളത് ദൈവത്തിന്റെ ദാനമാണ്. പക്ഷെ അതിന്റെ അപ്പുറത്ത് നിന്റെ തീരുമാനം കൂടിയാണ്, നിന്റെ നിശ്ചയം കൂടിയാണ്. നിനക്ക് വേണമെങ്കിൽ പ്രോ ആയിട്ട് നിശ്ചയിക്കാം, അല്ലെങ്കിൽ അഗെയിൻസ്റ്റ് ആയിട്ട് നിശ്ചയിക്കാം. ഇനി തുറന്നു പറയുകയാണ്, അവിടുത്തേക്ക് എതിരായോ നമ്മുടെ അയൽക്കാരനെതിരായോ നമുക്ക് തന്നെ എതിരായോ 3 മേഖലകളാണ്. ഒന്നുകിൽ ദൈവത്തിനെതിരായി, അല്ലെങ്കിൽ സഹോദരങ്ങൾക്കെതിരായി, അല്ലെ തനിക്ക് തന്നെ എതിരായി. ഇപ്പൊ സൂയിസൈഡ് തനിക്ക് തന്നെ എതിരെയുള്ള ഭാവമാണ്. അങ്ങനെ ഇതിന് ഏതെങ്കിലും വിധത്തിൽ ദൈവത്തോടോ സഹോദരങ്ങളോടോ തനിക്ക് തന്നെയോ ഇങ്ങനെ ഈ 3 മേഖലകളിൽ ഗൗരവമായ പാപം നാം ചെയ്താൽ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുകയില്ല. പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവയെ ദൈവത്തെ അവഹേളിക്കുകയോ ഉപദ്രവിക്കുകയോ ദൈവത്തിന് ഹിതകരമല്ലാത്ത കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയോ മനുഷ്യന്റെ തന്നെ നന്മയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയോ തന്റെ തന്നെ നന്മയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് ആണ് ഈ നെഗറ്റീവ് ചോയ്സ്, ബാഡ് ചോയ്സ്, തെറ്റായ തീരുമാനം. ആ തീരുമാനം എടുക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമാണല്ലോ സ്നേഹിക്കാൻ പറ്റില്ല. ദൈവത്തെ നിഷേധിക്കുന്ന ഒരാൾക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് എടുത്തു പറയേണ്ട വിഷയമൊന്നുമല്ല. എന്നതുപോലെ തന്നെ ദൈവത്തെ സ്നേഹിക്കുന്ന, മനുഷ്യനെ സ്നേഹിക്കാത്ത, ദൈവത്തെ സ്നേഹിക്കാത്ത, തന്നെ സ്നേഹിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും ദൈവത്തോട് കൂടെയായിരിക്കാൻ പറ്റില്ല. അങ്ങനെ ദൈവത്തോട് കൂടെയായിരിക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥയാണ് നരകം. എന്ന് പറഞ്ഞാൽ രണ്ടും ജീവനും മരണവും വെച്ചിരിക്കെ അതിൽ നിന്ന് നീ ദൈവത്തെ നിഷേധിച്ചുകൊണ്ടുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിനക്ക് സ്വാഭാവികമായും ദൈവത്തോട് കൂടെയായിരിക്കാൻ പറ്റില്ല. ആയിരിക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് നരകം. തിരുസഭ ഇങ്ങനെ പഠിപ്പിക്കും, മനസ്തപിച്ച് ദൈവത്തിന്റെ കരുണാർദ്രമായ സ്നേഹം സ്വീകരിക്കാതെ മാരകപാപത്തിൽ മരിക്കുക എന്നതിന്റെ അർത്ഥം നമ്മുടെ സ്വതന്ത്രമായ തീരുമാനപ്രകാരം, എപ്പോഴും ഈ സ്വാതന്ത്ര്യം എടുത്തു പറയുന്ന ശ്രദ്ധിക്കുക, സ്വതന്ത്രമായ തീരുമാനപ്രകാരം എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുക എന്നതാണ്. നമ്മൾ കഴിഞ്ഞ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞ സമയത്ത് പറഞ്ഞു, നീ എടുക്കുന്ന അൾട്ടിമേറ്റ് ഡിസിഷൻ ആണത്, ഫണ്ടമെന്റൽ ഓപ്ഷൻ ആണത്, പരമമായ ഡിസിഷൻ ആണത്. നീ മരിക്കുന്ന സമയത്ത് എടുക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ ആ നിമിഷത്തിൽ എടുക്കുന്ന മാത്രമല്ല, നീ ഏത് തീരുമാനത്തിൽ മരിക്കുന്നു,
പാപാവസ്ഥ എന്ന തീരുമാനത്തിൽ മരിക്കുന്നു, നന്മ വിശുദ്ധി എന്ന തീരുമാനത്തിൽ അഥവാ വിശുദ്ധി പ്രവർത്തിച്ചുകൊണ്ട് മരിക്കുന്നു. അതാണ് അവന്റെ തീരുമാനം, അൾട്ടിമേറ്റ് തീരുമാനം. മരണമെന്ന് വിളിക്കപ്പെടുന്ന നിമിഷം മുതൽ നമുക്ക് സ്വർഗമോ നരകമോ ചൂസ് ചെയ്യാൻ ഫ്രീഡം ഇല്ല എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതിനെയാണ് മരണം എന്ന് വിളിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മനസ്തപിക്കാതെയോ മാരക പാപത്തിൽ തന്നെ മരിക്കുകയോ ചെയ്യുന്ന ആൾ എടുക്കുന്നത് ദൈവത്തിനെതിരായ അന്തിമമായ തീരുമാനമാണ്. തുടർന്ന് ഇങ്ങനെ പഠിപ്പിക്കും, ദൈവത്തോടും വാഴ്ത്തപ്പെട്ടവരോടുമുള്ള സംസർഗത്തിൽ നിന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന കമ്മ്യൂണിറ്റിയോടും, അതാണ് വാഴ്ത്തപ്പെട്ടവരെന്ന് പറയുന്നത്, വിശുദ്ധരെ ഉൾപ്പെടെയുള്ള രക്തസാക്ഷികളുടെ ഉൾപ്പെടെയുള്ള ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെ ഗണത്തിനെയാണ് ഈ വാഴ്ത്തപ്പെട്ടവർ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ദൈവത്തോടും ദൈവത്തിന്റെ കൂട്ടായ്മയിലുള്ളവരോടുമുള്ള ബന്ധം, ആ ബന്ധത്തിൽ നിന്ന്, ദൈവത്തോടും വാഴ്ത്തപ്പെട്ടവരുള്ള സംസർഗത്തിൽ നിന്ന് സുനിശ്ചിതമായി, അബ്സല്യൂട്ടായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു പാപം, ചെറിയൊരു ഒരു ലഘുപാപം സംഭവിക്കുന്നത് പോലെയല്ല, അത് ബോധപൂർവം മാരകമായി സുനിശ്ചിതമായി ഡെഫിനിറ്റീവായിട്ട് നമ്മെ തന്നെ വേർപെടുത്തി നിർത്തുന്ന അവസ്ഥയെ നരകം എന്ന് വിളിക്കുന്നു. എന്ന് പറഞ്ഞാൽ നരകം എന്താണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ആദ്യം പറയേണ്ട കാര്യം, അതൊരു സ്ഥലമല്ല. എന്ന് പറഞ്ഞാൽ കുറെ തീയൊക്കെയുള്ള, അതിനകത്തേക്ക് കൊണ്ട് പിടിച്ചിട്ടിട്ട് അവിടെ കിടന്ന് മനുഷ്യൻ വെന്തോണ്ടിരിക്കുന്ന, പുഴുവൊക്കെ വന്ന് കടിക്കുന്ന ഒരു സ്ഥലമെന്നല്ല. അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. ഈശോ പറയുന്ന ചില ടെക്സ്റ്റുകൾ നമുക്കിത് വായിക്കാം, പക്ഷെ അത് ഒരു ആലങ്കാരികമായ പ്രയോഗമാണ്. എന്തുകൊണ്ടാണ് അത് പറയുന്നത് നമുക്ക് പറയാം. പക്ഷെ പറയുന്ന കാര്യം എന്താണ്, അങ്ങനെ ദൈവത്തോടും വിശുദ്ധരോടുള്ള സംസർഗത്തിൽ നിന്ന് നമ്മെ അകറ്റി നിർത്തുന്ന, സ്ഥിരമായി ഡെഫിനിറ്റീവായി ഒരു ബന്ധവുമില്ലാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ അഗാധമായ ഗർത്തം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ലാസറിന്റെ ഉപമ അരുൾ ചെയ്തുകൊണ്ട് ഈശോ പറയുന്ന ആ കാര്യമാണ് ഈ പറയുന്നത്. ഡെഫിനിറ്റീവായി എന്നേക്കുമായി വിച്ഛേദിച്ച് കളഞ്ഞിരിക്കുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് നരകം. ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് പരിപൂർണമായും വിച്ഛേദിച്ച് കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് നരകം. എന്ന് പറയുമ്പം അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ പരിപൂർണ വിച്ഛേദനത്തിൽ മാത്രമല്ല നരകം ആരംഭിക്കുന്നത്. വിച്ഛേദിച്ച് തുടങ്ങുമ്പോൾ തന്നെ, വിച്ഛേദിക്കലിന്റെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ തന്നെ നരകം ആരംഭിക്കും. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് നരകം കാണാനായിട്ട് നരകത്തിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കെ തന്നെ അവന്റെ തിന്മകൾ അവനിൽ എന്ത് കൊണ്ടുവരുന്നു, അവനിൽ കൊണ്ടുവരുന്ന ആ അന്ധകാരം തന്നെ നരകത്തിന്റെ നിഴലാണ്. അതായത് ഒരുവൻ തിന്മ ചെയ്യുമ്പോൾ അവന്റെ ആത്മാവിൽ സംഭവിക്കുന്ന ആ അന്ധകാരം തന്നെ നരകത്തിന് നിഴലാണ്. നമ്മൾ പറഞ്ഞ യൂദാസിന്റെ കാര്യം തന്നെ വെറുതെ ഒരു ഉദാഹരണത്തിന്, നമുക്കൊരു സ്ക്രിപ്ചറലി ഉള്ള ഒരു എക്സാമ്പിൾ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ചോദിക്കാം യൂദാസിന്റെ നരകത്തെ കുറിച്ച്. നോക്കുക, ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? വചനം രേഖപ്പെടുത്തിയേക്കുന്നത് തന്നെ ഇങ്ങനെയാണ്, അവൻ അപ്പം ഭക്ഷിച്ചു, പക്ഷെ അവൻ ആ സമയത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. യൂദാസ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ഈശോയോടും അപ്പസ്തോലന്മാരോടും ചേർന്ന് നിൽക്കുന്ന ആ കൂട്ടായ്മയിൽ നിന്ന് അവൻ ഇറങ്ങിപ്പോയി. ആ കൂട്ടായ്മയിൽ നിന്ന് ഇറങ്ങിപ്പോകലാണ് ശരിക്കും പറഞ്ഞാൽ നരകത്തിലേക്ക് ഒരാൾ എടുക്കുന്ന ഡിസിഷന്റെ ഒരു പ്രതീകം കൂടിയാണത്. ഇനി അടുത്ത വാചകം വിശുദ്ധത്തിൽ രേഖപ്പെടുത്തിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ പുറത്ത് അന്ധകാരമായിരുന്നു എന്നാണ്, അല്ലേ? അത് പ്രകൃതിയിൽ അന്നേരം രാത്രിയായിരുന്നോ നേരം വെളുത്തായിരുന്നോ പറയാൻ വേണ്ടിയിട്ടല്ല, അത് പകരം അപ്പോൾ പുറത്ത് അന്ധകാരമായിരുന്നു എന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ. എന്ന് പറഞ്ഞാൽ അത് അവന്റെ ഉള്ളിലുള്ള അന്ധകാരത്തെക്കുറിച്ചാണ്. അവന്റെ ഉള്ളിലേക്ക് പ്രകാശമാകുന്ന മിശിഹായോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയും അവന്റെ ഉള്ളിൽ അന്ധകാരം വ്യാപരിക്കുകയും ചെയ്തു. നോക്കുക, പ്രകാശം ഇല്ലാതാകുന്ന, പ്രകാശത്തോട് എന്നേക്കുമായി വിട പറയുന്ന അവസ്ഥയാണ് നരകം. നരകം അന്ധകാരമാണ്. അന്ധകാരം എന്ന് പറഞ്ഞാൽ അതൊരു ആബ്സെൻസ് ആണ്. ലൈറ്റിന്റെ ആബ്സെൻസ് ആണ് അന്ധകാരം, അല്ലെ? ഇരുട്ടെന്ന് പറഞ്ഞൊരു സാധനമില്ല ശരിക്കും പറയുന്നത്. പകരം പ്രകാശം ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കാര്യമാണ് അന്ധകാരം, ശരിയല്ലേ? പ്രകാശം ഇല്ലാതിരിക്കുമ്പോൾ മനുഷ്യന് അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണ് അന്ധകാരം. അപ്പൊ നോക്കിക്കേ, പോസിറ്റീവ് റിയാലിറ്റി എന്ന് പറയുന്ന പ്രകാശമാണ്. അതില്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന നെഗറ്റീവ് എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ അന്ധകാരം. മിശിഹായുടെ അടുത്ത് നിൽക്കുന്ന, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് അരുൾ ചെയ്ത ഈശോയുടെ സമീപത്തിരുന്ന ആ അപ്പസ്തോലൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ, ആ കൂട്ടായ്മയിൽ നിന്ന് സ്വയം വിച്ഛേദിക്കുമ്പോൾ അവൻ പിന്നെ അനുഭവിക്കാൻ തുടങ്ങുന്നത് അന്ധകാരമാണ്. അവന്റെ മുൻപിൽ ഇനി വഴികളില്ല, പ്രകാശമില്ല, ജീവിതം പോലുമില്ല. അതുകൊണ്ടാണ് അവൻ നാണയത്തൊട്ടുകൾക്ക് പോലും വിലയില്ല. ഇനി ഇതുകൊണ്ടൊക്കെ എന്ത് ചെയ്യാനാണ് എന്നവന് മനസ്സിലായി. അത് നാണയത്തൊട്ടുകൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി ആത്മാഹുതി ചെയ്യാൻ ശ്രമിക്കുക. ഇനി അതുകൊണ്ട് തീരുന്നൊന്നുമില്ലെന്ന് നമുക്കറിയാം. ആ വിച്ഛേദനം അതിന്റെ പൂർണ്ണതയിലേക്കും തീവ്രതയിലേക്കുമാണ് പോകുന്നത് എന്നതാണ് അതിന്റെ സൂചന. നോക്കുക, നരകത്തെക്കുറിച്ച് പറയേണ്ട ഒന്നാമത്തെ കാര്യം അത് പൂർണ്ണമായ കൂട്ടായ്മ വിച്ഛേദനമാണ്. ദൈവത്തോടും ദൈവത്തിന്റെ ജനത്തോടുമുള്ള ബന്ധത്തിന്റെ വിച്ഛേദനമാണ്.
അവിടെ വെച്ച് തന്നെ ആ മനുഷ്യൻ നരകം അനുഭവിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മുടെ വികാരിച്ചന്മാരൊക്കെ പള്ളിയിലേക്ക് വരണം, ഇവിടെ വീട്ടിൽ കുത്തിയിരിക്കരുത്, വായോ വായോ ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്നത്. കുടുംബ കൂട്ടായ്മകൾക്കൊക്കെ വായോ 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 എന്ന് പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം എന്താണ്? ദൈവജനത്തെ ഈ സ്വർഗീയ ബന്ധത്തിലേക്ക് അടുപ്പിച്ചു നിർത്താൻ ഒരു അജപാലകൻ നടത്തുന്ന കൊടും പരിശ്രമമാണത്. അച്ഛനിപ്പോ എന്താ ചെയ്തത്? ഞാൻ വന്നു, അച്ഛൻ വന്നില്ല എന്നാ എന്ന് ചോദിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു അച്ഛൻ എന്തുകൊണ്ടാണ് പള്ളിയിൽ പോകില്ല എന്ന് പറഞ്ഞത്? അതൊരു പാർട്ടി സമ്മേളനത്തിന് പോകുന്ന പാർട്ടിക്കാർ പറയണ പോലെ അല്ല. അവിടെ ഒരു ജനക്കൂട്ടത്തെ കാണിച്ചു കൊടുത്തിട്ട് ആർക്ക് കാണിച്ചു കൊടുക്കാനാണ് അച്ഛൻ? അവിടെ ഒരാൾ പോലും നോക്കാൻ പോലും പറയാല്ല, അവര് തന്നെ ഉള്ളൂ. പക്ഷേ അത് ആ വ്യക്തിയെ സ്വർഗത്തിലേക്ക് നയിക്കലാണ്. സ്വർഗം കൂട്ടായ്മയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം. സ്വർഗത്തിന്റെ കൂട്ടായ്മയുടെ ഭൗമിക അടയാളമാണ് നമ്മുടെ ഇടവക ദേവാലയത്തിലൊക്കെ നടക്കുന്ന കൂട്ടായ്മ. ആ കൂട്ടായ്മയുടെ സെലിബ്രേഷനാണ് വിശുദ്ധ കുർബാനയും മറ്റു കൂദാശകളും. അപ്പൊ അതിലേക്കൊക്കെ ക്ഷണിക്കുന്നത് സത്യത്തിൽ സ്വർഗത്തിലേക്കുള്ള ക്ഷണമാണ്. നിനക്ക് സ്വർഗത്തിലോട്ട് പോകണ്ടേ, വാ, അത് ആസ്വദിച്ച് തുടങ്ങാം എന്നും പറഞ്ഞ് വിളിക്കുന്നതാണ്. അഥവാ ഈ കൂട്ടായ്മയിലുള്ളവർക്കേ ആ കൂട്ടായ്മയിൽ ഭാഗഭാഗിത്വം ഉണ്ടാവുകയുള്ളൂ എന്നതാണ് അതിന്റെ കാര്യം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ മറുവശത്ത് കൂട്ടായ്മ നിഷേധങ്ങൾ ആണ് നരകത്തിന്റെ അടയാളങ്ങൾ. കൂട്ടായ്മ നിഷേധങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ അവനെ നരകത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകും. കൂട്ടായ്മ നിഷേധം അവന്റെ ഫണ്ടമെന്റൽ ഓപ്ഷൻ ആണെങ്കിൽ, എന്ന് വെച്ചാൽ ആ നിഷേധത്തിൽ മരിക്കുകയും അല്ലെങ്കിൽ ആ നിഷേധം അവന് പരമമായ തീരുമാനമായിരിക്കുകയും ചെയ്താൽ അവൻ നരകമെന്ന നിത്യതയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. നരകം നിത്യതയുടെ അനുഭവമാണ്. അത് ടെമ്പററി അല്ല, താൽക്കാലികമല്ല, നിത്യമാണ്. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിൽ നിന്ന് മാറ്റി വേറെ കാര്യം പറയാനുണ്ട്. അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നരകം നിത്യതയുള്ളതാണ്, എന്നേക്കുമുള്ളതാണ്. സ്വർഗം എന്നേക്കുമുള്ളതുപോലെ തന്നെ നരകം നിത്യമാണ്. എന്ന് പറഞ്ഞാൽ നരകത്തിൽ പോകുന്ന ആരും പിന്നീട് മാനസാന്തരം പ്രാപിച്ച് സ്വർഗത്തിലേക്ക് വരുന്നില്ല. നരകത്തിന് അവകാശിയാകുന്ന ആരും പിന്നീട് ഒരിക്കലും ആരുടെയും പ്രാർത്ഥനയാൽ സ്വർഗത്തിന് അവകാശിയാവില്ല. എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് പോയി എന്ന് നമുക്കാരെക്കുറിച്ചെങ്കിലും ഉറപ്പുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നാണ് അതിന്റെ അർത്ഥം. നിർഭാഗ്യവശാൽ ഭാഗ്യവശാലോ നമുക്ക് അതിനുള്ള ഉറപ്പില്ല. സ്വർഗത്തിൽ പോയതിനെ കുറിച്ച് നമുക്കറിയാം, നരകത്തെ പോകുന്നതിനെ കുറിച്ച് നമുക്ക് ഉറപ്പില്ല. അത് നമുക്ക് ഇപ്പോൾ അറിയാൻ പറ്റില്ല. അത് തുറന്നുള്ള സ്വർഗീയ ജീവിതത്തിൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഒറ്റ കാര്യം മാത്രം ഓർക്കുക, നരകത്തിൽ പോകുന്ന ഒരാൾക്ക് പിന്നെ മാനസാന്തരത്തിനോ തിരിച്ചു വരാനോ അവസരമില്ല. അത് അവനെടുക്കുന്ന ഫൈനൽ ഡിസിഷനാണ്. അപ്പൊ സ്വർഗവും നരകവും ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിൽ നിന്നുണ്ടാകുന്ന ഫൈനൽ ഡിസിഷനാണ് എന്ന കാര്യം ഓർക്കണം. ഇതാണ് നരകത്തെക്കുറിച്ച് സ്വർഗത്തെക്കുറിച്ചും പെട്ടെന്ന് കൃത്യതയോടുകൂടെ പറയേണ്ട ഒന്നാമത്തെ കാര്യം. അത് അവന്റെ ഫൈനൽ ഡിസിഷനാണ്. അത് ദൈവത്തിന്റെ ഡിസിഷൻ പോലും അല്ല, അത് അവന്റെ തന്നെ ഫൈനൽ ആയിട്ടുള്ള പരമമായ അൾട്ടിമേറ്റ് ആയിട്ടുള്ള തീരുമാനമാണ് എന്നതാണ്. ഇനി അതുകൊണ്ട് തന്നെ അതൊരു സ്ഥലമല്ല എന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. തുടർന്ന് തിരുസഭ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: വിശ്വസിക്കാനും മാനസാന്തരപ്പെടാനും ജീവിതാവസാനം വരെ വിസമ്മതിക്കുന്നവർക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ള ശമിക്കാത്ത അഗ്നിയുടെ സ്ഥലമായ ഗേഹന്നയെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പരാമർശിക്കുന്നുണ്ട് ധാരാളം. ഈ ഗേഹന്ന എന്നാണ് നരകത്തെക്കുറിച്ച് പറയുന്നത്. അതൊരു കുറച്ച് ഹീബ്രു പശ്ചാത്തലത്തിലൊക്കെയുള്ള ഒരു പദപ്രയോഗമാണ് ഗേഹന്ന. അത് നരകം എന്നുള്ള അർത്ഥത്തിലാണ്. അതിനെക്കുറിച്ച് കർത്താവ് പറയുന്ന മുഴുവനും ഇതിനെക്കുറിച്ചാണ്. വിശ്വസിക്കാനും മാനസാന്തരപ്പെടാനും ജീവിതാവസാനം വരെ വിസമ്മതിക്കുന്ന ഒരാളെ കുറിച്ചാണ് പറയുന്നത്. അവർക്ക് ലഭിക്കാനിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പലതവണ പറയുന്നുണ്ട്. നമുക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് നോക്കാം. മത്തായിയുടെ സുവിശേഷം 5:22. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. കണ്ടോ, നോക്കുക, തിന്മ, സഹോദരനോടുള്ള തിന്മയെക്കുറിച്ച് പറയുന്ന സ്ഥലത്ത് കർത്താവ് പറയുകയാണ്, അത് ചെയ്യുന്നവൻ നരകാഗ്നിക്ക് ഇരയായിത്തീരും. ഈശോയുടെ നരകത്തെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ ഡെഫിനിറ്റീവ് ആണ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ കൃത്യതയോടുകൂടെ പറയുന്നത്. ഈ 29-ാം തിരുവചനം വായിക്കാമോ? 5:29. വലത്തു കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് ചൂടിനടുത്ത് എറിഞ്ഞുകളയുക. ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുകയാണ്. ഓക്കെ, നോക്കുക, നരകത്തെക്കുറിച്ചുള്ള നേരിട്ടുള്ള ഒരു പരാമർശമാണ്. ഇനി വീണ്ടും 13:42. ഞാൻ ഒരു സുവിശേഷ ഭാഗത്തിൽ തന്നെ കുറിച്ച് ചില കാര്യം കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളേ. അവർ അവന്റെ രാജ്യത്ത് നിന്ന് എല്ലാ പാപഹേതുക്കളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. നോക്കുക, അഗ്നികുണ്ഡത്തിലേക്ക് എറിയും എന്നാണ്. അഗ്നികുണ്ഡം എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത്
നമുക്കറിയാമല്ലോ, ഒരു തീക്കകത്ത് കിടക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭീകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് നമുക്ക് ഭൗമികമായിട്ടറിയാം. എന്നതുപോലത്തെ ഒരു അഗ്നികുണ്ഡത്തിലേക്ക് എറിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമോ എന്നുള്ള സാദൃശ്യത്തെ ഉപയോഗിച്ചുകൊണ്ടാണ്. കാരണം നരകം അത് അഭൗമിക യാഥാർത്ഥ്യങ്ങളായതുകൊണ്ട് അതിന് ഭൂമിയിലുള്ള ചില ചില കാര്യങ്ങൾ എടുത്ത് ഉദാഹരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അലെഗറി എന്നാണ് അതിന് പറയുന്നത്. ചില സാമ്യങ്ങൾ, ചില പ്രത്യേക തരത്തിലുള്ള സാമ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു അഗ്നിയിൽ കിടക്കുന്ന ഒരാൾ, അതുകൊണ്ടാണ് ലാസറിന്റെ ഉപമയിലൊക്കെ അങ്ങനെ പറയില്ലേ, വിരൽ തൊട്ട് എന്റെ നാവ് ശമിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ അതുപോലത്തെ അവസ്ഥയിലായിരിക്കും എന്നുള്ളതാണ്. അവിടുത്തെ നരകത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് ഈശോ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. നരകത്തെക്കുറിച്ച് പറയുമ്പം ആകെ കൂടി നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ അതാണ്. നരകത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. അവിടെ എന്തായിരിക്കുമെന്നാണ്? വിലാപവും പല്ലുകടിയുമായിരിക്കും. എന്താണിത്? വിലാപം എന്ന് പറയുന്നത് എല്ലാം നഷ്ടപ്പെട്ടവന്റെ വേദനയാണ്, എല്ലാം നഷ്ടപ്പെട്ടവന്റെ കരച്ചിലാണ് വിലാപം എന്ന് പറയുന്നത്. ഇനി പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല എന്ന് തോന്നുന്നവന്റെ നിലവിളിയാണ് വിലാപം. പ്രതീക്ഷയുള്ളവൻ ലഭിക്കില്ലല്ലോ. പ്രത്യാശ നഷ്ടപ്പെട്ട അവസ്ഥയാണ്. നിലവിളിക്കുന്നു, എല്ലാം പോയി, ഇനിയൊരു സാധ്യതയും ഇല്ല എന്ന തിരിച്ചറിവിനെയാണ് ഈ വിലാപം എന്ന് പറയുന്നത്. നിത്യ നരകാഗ്നിയാണ് ഈ വിലാപം എന്ന് കൊണ്ട് സൂചിപ്പിക്കുന്നത്. നോക്കുക, സ്വർഗത്തിന്റെ പ്രത്യേകത, നരകത്തിന്റെ പ്രത്യേകത, അതിന്റെ ഏറ്റവും വേദനാജനകമായ കാര്യം അവിടെ വിലാപമായിരിക്കും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പ്രത്യാശിക്കാൻ ഇനി ഒന്നുമില്ല, ഇനി നിത്യമായ വിനാശം മാത്രമേ ഉള്ളൂ എന്നറിയുന്ന ഒരാളുടെ നിലവിളിയാണ് അവിടെ ഉണ്ടായിരിക്കുക എന്ന് ഈശോ കൃത്യമായി പഠിപ്പിക്കുന്നു. ഇനി വീണ്ടും രണ്ടാമത്തേത് പല്ലുകടി എന്ന് പറയുന്ന കാര്യമാണ്. പല്ലുകടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും, നമ്മൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും ചിലപ്പോഴൊക്കെ, അല്ലെ? എപ്പോഴാണ് പല്ല് കടിക്കുന്നത്? അമ്മ കൊച്ചിന് എന്തെങ്കിലും കുസൃതി കാണിക്കും, പല്ല് കടിക്കാറുണ്ടോ? പല്ല് കടിക്കുമല്ലോ, വടിയെടുത്ത് നല്ല തല്ല് കൊടുക്കുകയോ ചെയ്യുന്നു. ഇനി കൊച്ചന്നേരം എന്ത് ചെയ്യും? കൊച്ചന്നേരം മാറുന്നു പറഞ്ഞിട്ട് പല്ല് കടിക്കും, അല്ലെ? എന്താണ് അതിന്റെ പുറകിലുള്ളത്? അവനൊന്നും ചെയ്യാൻ പറ്റില്ല, തിരിച്ചു പറയാനും പറ്റില്ല, അത് രക്ഷപ്പെടാനും പറ്റില്ല. അവന് പ്രതികരിച്ച് അമ്മയെ അടുത്ത് രണ്ട് ചീത്ത പറഞ്ഞ എന്തുണ്ടാവും? പിന്നെയും കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇവന് അവന്റെ വിഷമം, അവന്റെ അമർഷം, അവന്റെ അരിശവും അവനിൽ തന്നെ തീർക്കാനേ പറ്റൂ. ഒരുവൻ തന്റെ അമർഷവും താൻ ചെയ്ത തിന്മകളുടെ, അകൃത്യങ്ങളുടെ ബാക്കിയും തന്നിൽ തന്നെ അനുഭവിക്കുന്ന, തന്നോട് തന്നെ പ്രതികാരം ചെയ്യുന്ന അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പല്ലുകടി എന്ന് പറയുന്നത്. അത് അതിഭീകരമായ അവസ്ഥയാണ്. നീ നിന്നെ തന്നെ കാർന്നു തിന്നുന്ന, നീ നിന്നെ തന്നെ കടിച്ചു മുറിക്കാൻ ശ്രമിക്കുന്ന, നീ നിന്നെ തന്നെ നശിപ്പിക്കുന്നത് പോലത്തെ അവസ്ഥ. അതാണ് നരകം. ഈ ഭൂമിയിൽ വെച്ച് തന്നെ അങ്ങനെ ആരംഭിക്കും. നിങ്ങൾ കണ്ടിട്ടില്ല, ചില ആളുകളൊക്കെ തിന്മ ചെയ്ത് ഒത്തിരി ആൾക്കാർ മതി, തീർന്ന് ചത്താ മതി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഞാനും കണ്ടിട്ടുണ്ട്. കാരണം എന്താണ്? അവർ തിന്മയുടെ പരിണിത ഫലം ഈ പല്ലുകടിയാണ് എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ നശിപ്പിച്ചാൽ മതി. യുദാസിന്റെ കാര്യത്തിൽ അതാണ് റെഫർ ചെയ്യപ്പെടുന്നത്. ആരെയും ഒന്നും ചെയ്യാനില്ല, തന്നെ തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എല്ലാം തകർന്നു. ആ സമയത്ത് തന്നെ അവസാനിപ്പിക്കാൻ നടത്തുന്ന ശ്രമമാണ് ഈ പല്ലുകടി. അവിടെ വിലാപവും പല്ലുകടിയും ആയിരിക്കും. ഇത് ഈശോ ഒരു സ്ഥലത്ത് മാത്രമല്ല പറഞ്ഞത്. വീണ്ടും മത്തായി സുവിശേഷം 25:41 എടുക്കാമോ? മത്തായി സുവിശേഷം 25:41. അനന്തരം അവൻ തന്റെ ഇടത്ത് ഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്നകന്ന് പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. ഓക്കെ. ഈ മത്തായി 22:13 വായിക്കാമോ? അപ്പോൾ രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞു, അവനെ കൈകാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക, അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. നോക്ക്, അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും എന്നാണ് ഈശോ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. നിങ്ങൾ നോക്ക്, പല തവണ ആവർത്തിച്ച് കർത്താവ് ഈ വിലാപം പല്ലുകടി എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം നമ്മളിപ്പോ പറഞ്ഞതാണ്. ഇനി പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല. അവനിൽ തന്നെ നിലനിൽക്കാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അവനിൽ പോലും സ്വസ്ഥതയില്ല. അങ്ങനത്തെ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് നരകം. അപ്പൊ അതുകൊണ്ട് ഇനി വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഈശോ കൃത്യമായി പഠിപ്പിക്കുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ നരകമുണ്ട്. അവയുടെ പൊതു സ്വഭാവം ഇതാണ് എന്ന് മാത്രമാണ് ഈശോ പറഞ്ഞു പോകുന്നതെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇനി നരകത്തെക്കുറിച്ചുള്ള അടുത്ത പ്രബോധനത്തിന്റെ ഭാഗം ഇങ്ങനെയാണ്: ആത്മാവും ശരീരവും നഷ്ടപ്പെടുന്ന സ്ഥലമാണത് എന്നതാണ് അതിന്റെ കാര്യം. അത് മത്തായി സുവിശേഷത്തിൽ നമ്മളിപ്പോ വായിച്ചു കേട്ടു. അത് ആത്മാവിനെയും ശരീരത്തെയും നഷ്ടപ്പെടുത്താൻ കഴിയുന്നവനെ ഭയപ്പെടുക. നരകം എന്ന് പറയുന്നത് ആത്മാവും ശരീരവും അവന് നഷ്ടമാകുന്ന അവസ്ഥയാണ് അവന് നരകം. ഇനി ഈശോ ഈ വിധി, നിത്യവിധി, അന്ത്യവിധിയോട് ചേർത്താണ് ഈ നരകത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. ഇനി അടുത്ത ഒരു കാര്യം ഇതാണ്: നരകത്തിന്റെ അസ്തിത്വത്തെയും അതിന്റെ നിത്യതയും സഭയുടെ പ്രബോധനം സ്ഥിരീകരിക്കുന്നു.
സഭയുടെ പ്രബോധനം അതിനെ സ്ഥിരീകരിക്കുന്നു. CCCയുടെ 1035 ഭാഗത്തിലാണ്. ഞാനത് നമ്മൾ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞായിരുന്നു, നരകം എന്നൊരു കാര്യം ഉണ്ട് എന്ന് തന്നെയാണ് സഭ പഠിപ്പിക്കുന്നത്. അത് CCCയുടെ 1035 ഭാഗത്ത് അങ്ങനെ തന്നെ സ്റ്റേറ്റ് ചെയ്യും. നരകത്തിന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ചും അതിന്റെ എറ്റേണിറ്റിയെ കുറിച്ചും അസ്തിത്വത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും സഭയുടെ പ്രബോധനം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇനി അതെങ്ങനെയാണ്? മാരകപാപത്തിന്റെ അവസ്ഥയിൽ മരിക്കുന്നവരുടെ ആത്മാക്കൾ മരിച്ചാൽ ഉടനെ നരകത്തിലേക്ക് പതിക്കുന്നു. അവിടെ അവർ നിത്യാഗ്നിയായ നരകപീഡനങ്ങൾ അനുഭവിക്കുന്നു. നരകത്തിലെ പ്രധാന ശിക്ഷ ദൈവത്തിൽ നിന്നുള്ള എന്നേക്കുമായ വേർപാടാണ്. കാരണം ദൈവത്തിൽ നിന്ന് മാത്രമാണല്ലോ മനുഷ്യന് ജീവനും സന്തോഷം ഉണ്ടാകുന്നത്. അതിനുവേണ്ടിയാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് അവൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ മനുഷ്യൻ ആഗ്രഹിക്കുന്ന, അവൻ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, അത് അവന്റെ നിത്യമായ ആനന്ദം, അവന്റെ ജീവൻ, അതൊക്കെ അവന് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നരകം. അതൊക്കെ അവന് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നരകം. അതുകൊണ്ട് നരകത്തിലെ ശിക്ഷ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കരുതുന്നത് പോലെ കുറച്ച് എണ്ണയ്ക്കകത്തിട്ട് മുക്കലോ പുഴുക്കൾ വന്ന് അരിക്കലോ എന്നതൊന്നുമല്ല. പൂർണ്ണ സ്നേഹമായ, പൂർണ്ണ നന്മയായ, പൂർണ്ണ ജീവനായ ദൈവത്തിൽ നിന്നുള്ള വിച്ഛേദനമാണ്. ആ വിച്ഛേദിക്കപ്പെടലാണ് നരകം. വിച്ഛേദിക്കപ്പെടുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ്, അഥവാ അത് തന്നെയാണ് നരകം. നമുക്കിപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു 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 ഭൗമികമായിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ, ആ ആളിൽ നിന്ന് നിങ്ങൾ വിച്ഛേദിക്കപ്പെടുകയെന്ന് കരുത്. ഇപ്പൊ വിദേശത്തുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. നിങ്ങൾ ആദ്യം നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോയ കാര്യത്തെക്കുറിച്ച് ഓർത്ത് നോക്കി. ആ വിച്ഛേദിക്കൽ അല്ലെങ്കിൽ താൽക്കാലികമാണെങ്കിൽ പോലും ഇവൻ ശാരീരികമായ സാമീപ്യത്തിൽ നിന്നുള്ളൊരു അകൽച്ച പോലും നമ്മൾ എന്തോരം വേദനിപ്പിച്ചു. ചില പിള്ളേരെയൊക്കെ ഹോസ്റ്റലിലൊക്കെ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ അവർ കരഞ്ഞു നിലവിളിക്കല്ലേ, എനിക്ക് പോകണ്ടേ എന്ന് പറഞ്ഞിട്ട്. അത് എത്ര നല്ല സ്ഥലമാണേലും ഈ ബന്ധത്തിൽ നിന്ന് അകലൽ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ ഹൃദയം കാക്ഷിക്കുന്ന ആ പരമ നന്മയും പരമസ്നേഹവുമായ ദൈവം ഭൂമിയിൽ വെച്ച് നമ്മൾ അതിനെ വേണ്ട വിധത്തിൽ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് അതിന്റെ വിച്ഛേദനത്തെക്കുറിച്ചും കാര്യമായി അറിയാൻ പറ്റാത്തത്. വിശുദ്ധി നേടുന്തോറും ഇതിന്റെ വിച്ഛേദനത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ കൂടി അറിയാൻ തുടങ്ങും. അപ്പോ ആ വിച്ഛേദിക്കൽ തന്നെയാണ് നരകം എന്നതാണ് അതിന്റെ കാര്യം. ഇനി അടുത്തത്, മനുഷ്യന് ഇനി എന്തുകൊണ്ടാണ് നരകത്തെക്കുറിച്ചൊരു പ്രബോധനം വിശുദ്ധഗ്രന്ഥം കൊടുക്കുന്നത് എന്നാണ്. നരകത്തെക്കുറിച്ചൊരു പ്രബോധനം കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് വിശുദ്ധഗ്രന്ഥവും തിരുസഭയുടെ പ്രബോധനമൊക്കെ നരകത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്? എന്തിനു വേണ്ടിയാണത്? അതിന്റെ ഉത്തരം ഇതാണ്. നരകത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതിന്റെ കാര്യം, ഒന്ന്, മനുഷ്യൻ സ്വാതന്ത്ര്യത്തെ നന്നായി വിനിയോഗിക്കണമെന്നുള്ള ആഹ്വാനമാണ് അത് എന്നതാണ് ഒന്നാമത്തെ കാര്യം. നരകത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന മനുഷ്യൻ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, പകരം അവന്റെ സ്വാതന്ത്ര്യത്തെ നീ നന്നായി ഉപയോഗിക്കണം എന്നുള്ള ആഹ്വാനമാണ്. നരകത്തെക്കുറിച്ചുള്ള പ്രബോധനം ഇസ് എ പോസിറ്റീവ്, എന്താ പറയാ, അതൊരു ഒരു ഭാവാത്മകമായ വിളിയാണ്, ആഹ്വാനമാണത്. അതൊരു ഇൻസ്പിറേഷനാണ് നരകത്തെക്കുറിച്ച്. രണ്ടാമത്തെ എന്താണ്? മാനസാന്തരത്തിലേക്കുള്ള അടിയന്തര സ്വഭാവമുള്ള ഒരു വിളി കൂടിയാണത്. അതായത് എമർജൻസി ആയിട്ട് മാനസാന്തരപ്പെടുവിൻ എന്ന് പറയുന്നതിന്റെ മറ്റൊരു വാക്കാണ്, അഥവാ മറ്റൊരു പരിഭാഷയാണ് നരകത്തെക്കുറിച്ചുള്ള പ്രബോധനം. അപ്പൊ അതുകൊണ്ട് നരകത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ആരും നരകത്തിൽ പോകാൻ വേണ്ടിയിട്ടുമല്ല, നരകത്തിന്റെ രീതി എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊരു ജിജ്ഞാസ പൂർത്തീകരിക്കാൻ വേണ്ടി, അറിയാൻ വേണ്ടിയുമല്ല. രണ്ട് കാര്യത്തിന് വേണ്ടിയാണ്. ഒന്ന്, നിന്റെ സ്വാതന്ത്ര്യം നീ നന്നായി വിനിയോഗിക്കണം എന്ന് പറയാൻ. രണ്ടാമത്തേത്, തിന്മ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അടിയന്തിരമായി മാനസാന്തരപ്പെടണം, ഇല്ലെങ്കിൽ നിന്നെ കാത്തിരിക്കുന്നത് നരകമാണ് എന്ന് പറയാൻ വേണ്ടിയാണ്. ഇനി നരകത്തെക്കുറിച്ചുള്ള പ്രബോധനം ത്തിന്റെ ഏറ്റവും കൾമിനേറ്റിംഗ് റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് 1037 പാരഗ്രാഫിൽ നമ്മൾ വായിക്കും, ദൈവം നരകത്തിൽ പോകാൻ ആരെയും മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല എന്നതാണ്. ദൈവം നരകത്തിൽ പോകാനായിട്ട് ആരെയും മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല. പ്രീ ഡെസ്റ്റിനേഷൻ. നീ നരകത്തിൽ പോകേണ്ട ആളാണ്, നിന്നെ നരകത്തിലേക്കാണ് അയക്കുന്നത് എന്ന് പറഞ്ഞ് ദൈവം ആരെ സൃഷ്ടിക്കുന്നില്ല. ദൈവം മനുഷ്യരെ എല്ലാവരെയും സൃഷ്ടിക്കുന്നത് സ്വർഗോന്മുഖമായിട്ടാണ്, സ്വർഗത്തിലായിരിക്കാൻ വേണ്ടിയാണ്. അത് അവന്റെ സ്വർഗമായി തീരാൻ, അവൻ ചൂസ് ചെയ്ത സ്വർഗമായി തീരാൻ വേണ്ടിയിട്ടാണ് അവന് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നത്. നരകം അവിടെ ഇരിക്കുന്നത് അവിടേക്ക് പോകാൻ വേണ്ടിയല്ല, ശരിയായത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവനത് കൊടുത്തിരിക്കുന്നത്. അവന്റെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് അവൻ സ്വർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അവൻ തന്നെ അറിയാൻ വേണ്ടിയിട്ടാണ് നരകം കൂടി അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നരകത്തിലേക്ക് പോകാൻ ആരെയും ദൈവം നിശ്ചയിക്കുന്നില്ല. അതിന്റെ കാരണം എന്നാന്ന് പറയുകയാണ്, അതിന് ദൈവത്തിൽ നിന്ന് മനഃപൂർവ്വമായ ഒരു പിന്തിരിയലും അവസാനം വരെ അതിൽ ഉറച്ചു നിൽക്കലും ആവശ്യമാണ്. ഒരാൾ നരകത്തിൽ പോകണമെങ്കിൽ ദൈവം വിചാരിച്ചാലും പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ കാര്യം. ദൈവം വിചാരിക്കുന്നില്ല, ദൈവം പോലും വിചാരിക്കുകയല്ല. കാരണം ദൈവം വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അതിന് അവൻ മനഃപൂർവ്വമായ ഒരു പിന്തിരിയൽ നടത്തണം. അതായത് ദൈവത്തിന്റെ മുഖത്ത് നിന്ന് തിന്മയുടെ മുഖത്തേക്കുള്ള ബോധപൂർവമായ ഒരു പിന്തിരിയൽ, അഥവാ തിന്മയുടെ നേരെയുള്ള ഒരു തിരിയൽ അവൻ ബോധപൂർവം നടത്തണം. അറിയാതെ ചെയ്തു പോകുന്ന ഒരു തിന്മയെ കുറിച്ചല്ല പറയുന്നത്, അവൻ ബോധപൂർവം തിരിയണം. രണ്ട്, അവസാനം വരെ അവൻ അതിൽ ഉറച്ചു നിൽക്കണം. ബോധപൂർവം തിന്മയിലേക്ക് തിരിയുകയും അവസാനം വരെ അവൻ തന്നെ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോഴാണ്
അവന് നരകം അവകാശമാകുന്നത്. അവന് നരകം അവകാശമാകുന്നു. അതുവരെ അവന് ദൈവം ആരെയും നരകത്തിലേക്ക് അയക്കുകയല്ല ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നരകത്തിലേക്ക് അയക്കുന്ന ദൈവം എന്ന് നമ്മൾ പറയരുത്. നരകത്തിലേക്ക് അയക്കുന്ന ദൈവം എന്ന് പറയരുത് എന്നാണ് ഈ നരകത്തെക്കുറിച്ച് ഇത്രയും നേരം കൊണ്ട് ഞാൻ പറയാനായിട്ട് ശ്രമിച്ച ഒരു കാര്യം. ദൈവത്തെ നരകത്തിലേക്ക് അയക്കുന്ന ഒരു മോശക്കാരനായിട്ട് അവതരിപ്പിക്കരുത് എന്നാണ്. ആരും നശിക്കാതിരിക്കാനും എല്ലാവരും പശ്ചാത്താപത്തിലേക്ക് വരാനും ആഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടിയാണ് സഭ എന്നും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അതാണ് നരകത്തെക്കുറിച്ച് പറയേണ്ട ഇന്ന് നമ്മൾ പറയുന്ന കാര്യത്തിലെ അവസാനത്തെ ഒരു കാര്യം. അപ്പൊ നോക്കുക, ഇതാണ് കുറിച്ച് പെട്ടെന്ന് പറയാൻ കഴിയുന്ന ചില കാര്യങ്ങൾ. ഇനി ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചാണ് പറയേണ്ടത്. കുറച്ച് സമയമാണുള്ളത്. ഇതൊരു വലിയ വിഷയമാണ്. എന്നാലും ഞാനൊന്ന് പറഞ്ഞു തുടങ്ങാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്കൊരു 5 മിനിറ്റ് ഞാൻ കൂടുതൽ എടുത്താൽ പോലും കുഴപ്പമില്ലായിരിക്കും എന്ന് വിചാരിക്കും. അപ്പൊ പിന്നെ ഈ ശുദ്ധീകരണ സ്ഥലം എന്താണ് എന്നതാണ്. ശുദ്ധീകരണ സ്ഥലം ഇത് കുറച്ച് സമയം ഉണ്ടായിരുന്നു, 1 മണിക്കൂർ ഉണ്ടായിരുന്നു, കുറച്ച് വിശദമായി പറയാൻ പറ്റുമായിരുന്നു. എന്നാലും നമുക്ക് കഴിയുന്ന പോലെ പറയാം. ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് ഒരു അന്തിമ വിശുദ്ധീകരണത്തിന്റെ അവസ്ഥയാണ്. എന്തിനാണ് ഒരു വിശുദ്ധീകരണം ആവശ്യമായിരിക്കുന്നത്? എന്തിനാണ് അങ്ങനെ ഒരു സ്ഥലം? ആളുകൾ ചോദിക്കും, ബൈബിളിൽ അങ്ങനെ ശുദ്ധീകരണ സ്ഥലം എന്നൊരു വാക്ക് പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. എവിടെയും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ ഇത് കൊണ്ടായിക്കൊണ്ട് വന്നത്? ഈ ക്രിസ്ത്യാനികള്, കത്തോലിക്കര് ചുമ്മാ കൂട്ടം കൂടി സുനോദോസ് കൂടിയിട്ട് ചുമ്മാ ശുദ്ധീകരണ സ്ഥലമൊക്കെ അങ്ങ് പ്രഖ്യാപിച്ചുവിട്ടേക്കാണ്. ബൈബിളിലുള്ള കാര്യമൊന്നുമല്ല എന്ന് ആളുകൾ പറയും. എന്താണ് ശുദ്ധീകരണ സ്ഥലം ഉണ്ടായിരിക്കാനുള്ള കാരണം? അതിന്റെ കാരണം ഈ പറഞ്ഞ സ്വാഭാവികമായ നീതിയും ദൈവിക പ്രബോധനങ്ങളും ഒക്കെയാണ്. ഞാൻ ഒന്നൊന്നായിട്ട് ചിലത് പറയാം. ഒന്നാമത്തെ കാര്യം, തിന്മ ചെയ്യുന്ന ഒരാൾക്ക് ശിക്ഷയുണ്ട് എന്ന് നമുക്കറിയാം, അല്ലെ? തിന്മ ചെയ്യുന്ന ഒരാൾക്ക് ശിക്ഷയുണ്ട്. ഒരാൾ പാപം ചെയ്യുന്നു എന്ന് കരുതുക, എന്താണ് അയാളെ കാത്തിരിക്കുന്നത്? നിത്യ നരകാഗ്നിയാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ അയാൾക്ക് മുൻപിൽ ഒരു മാർഗമുണ്ട്. എന്താണത്? അതിൽ നിന്ന് പിന്തിരിയാൻ, മാനസാന്തരപ്പെടാം എന്ന് പറഞ്ഞാൽ അനുരഞ്ജനപ്പെടാം. അതിനുള്ളതാണ് അനുരഞ്ജനത്തിന്റെ കൂദാശ. ആ വ്യക്തിക്ക് കുമ്പസാരിച്ച് പാപമോചനം സ്വീകരിക്കും. അപ്പൊ പാപമോചനം സ്വീകരിച്ച ഒരാൾ നേരിട്ട് സ്വർഗത്തിൽ പോകുമോ? എനിക്ക് കുമ്പസാരത്തിന്റെ ക്ലാസ്സിനെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എടുത്ത് വിശദീകരിക്കാത്തത്. സ്വർഗത്തിലേക്ക് പോകുമോ ഒരാൾ? കുമ്പസാരിച്ച് ഒരാൾ നേരിട്ട് സ്വർഗത്തിൽ പോകുമോ? നേരെ സ്വർഗത്തിൽ പോകില്ല. കുമ്പസാരിച്ച് കഴിഞ്ഞ ഒരാൾക്ക് സ്വർഗം അവകാശമായി കിട്ടും, പക്ഷെ അയാൾ നേരിട്ട് സ്വർഗത്തിലേക്ക് പോകില്ല. കാരണം എന്താണ്? കാരണം ഇതാണ്, ഈ തിന്മ ചെയ്ത ഒരാൾ അയാളുടെ തിന്മ മൂലം ഈ ഭൂമിയിൽ വരുത്തിയിരിക്കുന്ന ഒരു ക്രമഭംഗമുണ്ട്, ഒരു ആബ്സെൻസ് ഓഫ് ഗുഡ്നെസ് ഉണ്ട്. അത് പരിഹരിക്കപ്പെടണം. ഇപ്പൊ ഉദാഹരണത്തിന്, അപ്പൻ കൊച്ചിന് നല്ല ഭംഗിയുള്ള ഒരു ഗ്ലാസ് അവന് പാല് കുടിക്കാനായിട്ട് മേടിച്ചു കൊടുത്തു. നല്ല ഡെക്കറേഷനൊക്കെയുള്ള പണിയിപ്പിച്ച ഒരു ഗ്ലാസ് മേടിച്ചു കൊടുത്തു. അവൻ അതിനകത്താണ് കുടിക്കുന്നത്. എൻ്റെ കൊച്ചു അതിനകത്ത് കുടിക്കണമെന്ന് അപ്പം വിചാരിക്കുന്നു. അപ്പൊ അവനെ കുടിക്കും. ഒരു ദിവസം ഇവൻ അശ്രദ്ധമായി ഏതാണ്ട് കാണിച്ച്, അല്ലെ അപ്പനാണ്ട് വഴക്ക് പറഞ്ഞ ഒന്നാ കിടക്കണമെന്ന് പറഞ്ഞ അതുകൊണ്ട് എറിഞ്ഞു പൊട്ടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പം അപ്പൊ ആ സാധനം പൊട്ടി തകർന്നു പോയി. കുറച്ച് കഴിഞ്ഞപ്പം ഇവന് ഭയങ്കര ദുഃഖമായി. അവൻ അപ്പനോട് പറഞ്ഞു, അപ്പാ ഞാനത് ചെയ്യരുതായിരുന്നു. അപ്പൻ ഒത്തിരി പണിയെടുത്താണ് അതെനിക്ക് മേടിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ കോപത്തിന്റെ പുറത്ത് ഞാൻ ചെയ്തതാണത്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അപ്പന്റെ കാൽക്കൽ വീണ് ഇവൻ വിലപിക്കുകയാണ്. ആ സമയത്ത് അപ്പൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അപ്പൻ പറയും, സാരമില്ല, പോട്ടെ, ക്ഷമിച്ചു. ഞാൻ നേരത്തെ കാണിച്ചാന്ന് എനിക്കറിയാം. അത് നീ അറിയാതെ സംഭവിച്ചതായിരിക്കും, അല്ലെ നീ അറിഞ്ഞിട്ട് ചെയ്തായിരിക്കും. അതാണ് നീ മനസ്തപിച്ചു. ഇപ്പോൾ അറിയാതെ സംഭവിച്ചാണ്, പോട്ടെ. ഇനി നീ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ നീ ഇപ്പൊ മനസ്തപിച്ചു, അതുകൊണ്ട് പോട്ടെ, സാരമില്ല, ഞാൻ ക്ഷമിച്ചേക്കുന്നു എന്ന് പിതാവ് പറയും. പക്ഷേ പിതാവ് ക്ഷമിച്ചു കഴിഞ്ഞു. പക്ഷേ ഗ്ലാസ് അവിടെ തിരിച്ചു വന്നു? ഇല്ല. ആ ഗ്ലാസിന്റെ കുറവ് ആ ഭവനത്തിലുണ്ട്, അല്ലെ അവന്റെ ജീവിതത്തിലുണ്ട്. ഇനി എന്തു വേണം? അതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ, ആ പഴയ സ്വാഭാവികമായ അവസ്ഥയിലേക്ക് വരാൻ എന്തു വേണം? ഗ്ലാസ് വേണം. ഗ്ലാസ് കിട്ടണമെങ്കിൽ എന്തു വേണം? മേടിക്കണമെങ്കിൽ എന്തു വേണം? പണം വേണം. പണം വേണം എന്തു വേണം? അധ്വാനിക്കണം, അഥവാ ത്യാഗം സഹിക്കണം. സഹനത്തിലൂടെയാണ് അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അപ്പോൾ വന്നുപോയ ക്രമഭംഗത്തെ സഹനത്തിലൂടെ റീപ്ലേസ് ചെയ്യുന്ന, അതായത് പാപം മോചിക്കപ്പെട്ടവർക്ക് മാത്രമാണത്. പാപം മോചിക്കപ്പെട്ട, അനുദപിക്കപ്പെട്ട ഒരാൾക്ക് അയാൾ വരുത്തി വെച്ച ക്രമഭംഗത്തെ പരിഹരിക്കുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ശുദ്ധീകരണാവസ്ഥ. ആ വ്യക്തി അതിന്റെ ശുദ്ധീകരണ സഹനത്തിലൂടെ കടന്നുപോകലാണത്. ഒരു ക്രമഭംഗവും സഹനം കൂടാതെ പരിഹരിക്കാൻ പറ്റില്ല. നഷ്ടപ്പെടുത്തി കളയുന്നതൊന്നും സഹനം കൂടാതെ വീണ്ടെടുക്കാൻ പറ്റില്ല. നമുക്കറിയാവുന്ന കാര്യമാണത്. സഹനം കൂടാതെ ഒരു കാര്യവും, നശിപ്പിച്ച ഒരു കാര്യവും വീണ്ടെടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു ബന്ധം വിച്ഛേദിച്ചതാണെന്ന് കരുതുക. ഞാൻ ഒരാളെ ചീത്ത പറഞ്ഞിട്ട് ഇറക്കി വിട്ടു. ഇനി എന്ത് ചെയ്യണം? ഞാൻ ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെടണം, അല്ലെ? ആ ബന്ധം പിരിച്ചു വന്നാൽ എന്ത് വേണം? ഞാൻ ചെല്ലണം, അയാളുടെ പടിക്ക് പോയി നിൽക്കണം,
മുട്ടി വിളിക്കണം. അയാൾ വാതിൽ തുറന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും ചീത്ത പറയരുത്, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, എനിക്കിവിടെ ഒരു കാര്യം കേൾക്കണ്ട, എന്നാലും ഞാൻ പറയട്ടെ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ താഴ്ന്ന് ആളുടെ അടുത്ത് ക്ഷമിക്കണം, എനിക്കത് പറ്റിപ്പോയതാ, ഞാൻ എന്ത് വേണേലും ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ആത്മാവിലും മനസ്സിലും അഭിമാനത്തിന്റെ മേഖലയിലും സഹിക്കണം. ആ സഹനത്തിലൂടെയാണ് ആ ബന്ധം വീണ്ടും പരിഹരിക്കപ്പെടുന്നത്. ലോകത്തിൽ നടക്കുന്ന എല്ലാ ക്രമഭംഗങ്ങളും അത് സഹനത്തിലൂടെയാണ് കുറച്ചെങ്കിലും മനുഷ്യന് പരിഹരിക്കാൻ പറ്റുന്നത്. കുറച്ചെങ്കിലും എന്നേ പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഒരാളെ കൊന്നു എന്ന് വിചാരിക്കുക, ഇതിപ്പോ എന്നാണിച്ചിട്ടാണ് പരിഹരിക്കുന്നത്? തിരിച്ചു വെക്കാൻ പറ്റും. കൊന്നു കളഞ്ഞ ആളെ തിരിച്ചു വെക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് തിരിച്ചു വെക്കാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരാളെ വിഷമിപ്പിച്ച് അയാളെ മരണത്തിലേക്ക് അയച്ചു. ഉദാഹരണത്തിന് സഹോദരനോട് കലഹിച്ച് അവനെ ആക്രമിച്ച് ആ അവസ്ഥയിൽ അവൻ മരിച്ചു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആരോട് പോയി സോറി പറയും? ഇനിയൊന്നും ചെയ്യാനില്ല. അപ്പൊ അങ്ങനത്തെ അവസ്ഥകളിൽ മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റും? ഉദാഹരണത്തിന് നമുക്കിപ്പം ഒരാളുടെ മാല മോഷ്ടിച്ചതാണെങ്കിൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആ മാല തിരിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോഴും ചെയ്യാവുന്ന എന്താണ്? ഒരു മെറ്റീരിയൽ റീപ്ലേസ്മെന്റേ നടക്കുകയുള്ളൂ. ആ ഭൗതിക വസ്തു റീപ്ലേസ് ചെയ്യാനേ പറ്റുള്ളൂ. അവിടെ നഷ്ടപ്പെട്ട വേറെ ചില കാര്യങ്ങളൂടെ ഉണ്ട്. ആ മോഷ്ടിച്ചയാൾ അയാൾ ഒരു മനുഷ്യന്റെ സ്വാഭാവിക നന്മയുള്ള ഒരു മനുഷ്യന്റെ സ്ഥാനത്ത് നിന്ന് ഒരു കള്ളനായി മാറി. അവന്റെ എക്സിസ്റ്റൻസ് തന്നെ ഒരു കള്ളനായി മാറി. നോക്കുക, അത് അവന്റെ ഒരു വലിയ വീഴ്ചയാണ്, അധപതനമാണ്. അവൻ കള്ളനായി തീർന്ന അവസ്ഥയെ പിന്നെ എങ്ങനെ പരിഹരിക്കും? ഒരു മാല തിരിച്ചു കൊടുത്തുകൊണ്ട് അവൻ കള്ളനല്ലാതായിത്തീരില്ലല്ലോ. അല്ലെങ്കിൽ അവൻ ചെയ്ത ആ ഒരു അതിക്രമം ഇല്ലാതാവുന്നില്ല. അതിന്റെ മുകളിൽ അതിനെ പരിഹരിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് ഈ വസ്തുക്കൾ തിരിച്ചു കൊടുക്കൽ. എല്ലാം നമുക്കങ്ങനെ വസ്തുക്കളായിട്ടല്ല ഇരിക്കുന്നത്. കുറെ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരാളുടെ വഴക്കുണ്ടാക്കി, വീട് വിട്ടിറങ്ങിപ്പോയി, അല്ലെങ്കിൽ ഒരാളെ കൊന്നു, ഇതൊക്കെ നമുക്ക് അങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറ്റും. അല്ല, ഒരാളെ കുറിച്ച് അപവാദം പറഞ്ഞു പറ്റും, നാട് നീളെ എല്ലാവരും അത് ഏറ്റുപിടിച്ച് നാട്ടുകാർ മുഴുവൻ പറഞ്ഞു, ഇനിയിപ്പോ എങ്ങനെ തിരിച്ചു കൊടുക്കും? നമ്മൾ കണ്ട് ചില രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ചൊക്കെ അവർ ജീവിച്ചിരിക്കെ ഉള്ള അപഖ്യാതികളെല്ലാം പറഞ്ഞ് അവരെ വേദനിപ്പിച്ച് മരിച്ചു കഴിയുമ്പോൾ നമ്മൾ സങ്കടപ്പെട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? തിരിച്ചൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. നോക്കുക, ആ സമയത്ത് പിന്നെ ഇവൻ എങ്ങനെ പരിഹാരം ചെയ്യും? ശുദ്ധീകരിക്കപ്പെടും, ക്ഷമിക്കപ്പെട്ടാൽ മകനായി സ്വീകരിക്കപ്പെട്ടു, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അവകാശിയായി തീർന്നു. പക്ഷെ സ്വർഗം അത് പ്യൂരിഫൈഡ് ആയിട്ടുള്ള പരിശുദ്ധരുടെ രാജ്യമാണ്, പരിശുദ്ധരുടെ സ്ഥലമാണ്. ആ പരിശുദ്ധരുടെ സ്ഥലത്തേക്ക് ഈ ക്രമഭംഗമുള്ള ഒരാൾ എങ്ങനെ പ്രവേശിക്കും? എന്നാൽ അയാൾക്ക് അതിന് അവകാശം ഉണ്ട് താനും. ആ അവസ്ഥയിൽ ആ ആളെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കാൻ മിശിഹ ഉപയോഗിക്കുന്ന മാർഗമാണ് അവനെ ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത്. ശുദ്ധീകരിക്കുക എന്ന്, അവനെ കഴുകിയെടുക്കുക എന്ന് പറയുന്നത്. കഴുകപ്പെടാൻ സന്നദ്ധനാകുന്ന ഒരാളെ ദൈവമാണ് കഴുകുന്നത്. അങ്ങനെ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് അവന്റെ താൽക്കാലിക ശിക്ഷയെ എന്ന് പറഞ്ഞാൽ നിത്യശിക്ഷ നരകമാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി നരകത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞത്. നരകത്തിലേക്ക് പോകുന്നവൻ എന്നേക്കുമാണ് നരകത്തിലേക്ക് പോകുന്നത്. എന്നാൽ ശുദ്ധീകരണ സ്ഥലത്തിൽ പോകുന്ന ഒരാൾ ശുദ്ധീകരിക്കപ്പെടുന്നത് വരെയാണ് പോകുന്നത്. അത് ടെമ്പറലാണ്. അതുകൊണ്ടാണ് ടെമ്പറൽ പണിഷ്മെന്റ് എന്ന് പറയുന്നത്. താൽക്കാലികമാണ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ആ ശുദ്ധീകരണ പ്രക്രിയ പൂർത്തിയാകുന്നത് വരെ മാത്രമേ ആ സഹനത്തിലൂടെ കടന്നു പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നരകത്തിന്റെ സഹനത്തിൽ നിന്ന് ഇതിനെ വ്യത്യാസപ്പെടുന്ന ഒന്നാമത്തെ കാര്യം അതിന്റെ ടൈം പീരീഡ് ആണ്. ഒരു സ്ഥലത്ത് എറ്റേണലാണ്, ഒരു സ്ഥലത്ത് അത് കാലികമാണ്. എന്ന് പറഞ്ഞാൽ കാലത്തിനുള്ളിലാണ്, പീരിയോഡ്, ഒരു ടെമ്പറലാണ് അത് എന്നാണ്. ടെമ്പറലാണ് അത് എന്നുള്ളതാണ്. ഇനി നരകത്തിലെ ശുദ്ധീകരണ സ്ഥലത്തിലെ സഹനത്തെക്കുറിച്ച് പറഞ്ഞാൽ ഏതാണ്ട് ഒന്നു തന്നെയാണെന്ന് വേണേൽ പറയാം. ഒരേ സഹനം തന്നെയായിരിക്കും അവർ അനുഭവിക്കുന്നത്. പക്ഷെ ഇതിന്റെ പ്രധാന വ്യത്യാസം എന്നാണെന്നറിയാമോ? നരകത്തിൽ വിലാപത്തോടും പല്ലുകടിയോടും കൂടിയാണ് ഈ സഹനം അനുഭവിക്കുന്നതെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ സഹനം അനുഭവിക്കുന്നത് സ്നേഹത്തോടും പ്രത്യാശയോടും നന്ദിയോടും കൂടെയാണ്. നരകത്തിൽ പോകേണ്ട എന്നോട് കരുണ കാണിച്ച് ദൈവം എന്നെ വീണ്ടെടുത്തു, എന്നിട്ടോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി എന്നെ കഴുകി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ തിരിച്ചറിവിന്റെ സന്തോഷത്തോടെയാണ് ഈ മനുഷ്യൻ സഹിക്കുന്നത്. അപ്പോൾ സഹനം രണ്ട് സ്ഥലത്തുമുണ്ട്. പക്ഷേ വ്യത്യാസം എന്താണ്? വ്യത്യാസം ഒരു സ്ഥലത്ത് ആത്മനാശത്തിന്റെയും പ്രത്യാശയില്ലായ്മയുടെയും വിലാപത്തിന്റെയും പല്ലുകടിയുടെ ആത്മനാശത്തിന്റെയും വേദനയാണെങ്കിൽ, മറുവശത്തുള്ളത് ശുദ്ധീകരണ സ്ഥലത്തിലുള്ളത് പ്രത്യാശയുടെ സഹനമാണ്, സന്തോഷത്തിന്റെ സഹനമാണ്, നന്ദിയോടെയുള്ള സഹനമാണ്. ഒരർത്ഥത്തിൽ അത് സഹനമെന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റുകയില്ല, അല്ല ശരിയല്ലേ? അതിനെ സഹനമെന്നോ സഹനമാണ്, ശിക്ഷയെന്ന് വിളിക്കാൻ പോലും പറ്റില്ല. കാരണം എന്താണ്? അവിടെ അയാൾ ശരിക്കും ശിക്ഷിക്കപ്പെടുകയല്ല, അയാൾ അവിടെ ശിക്ഷിക്കപ്പെടുന്നത് എന്താണ്? എങ്ങനെയാ? ദൈവമേ, ഇത്രയും നല്ല ദൈവത്തോടാണല്ലോ ഞാനിത് ചെയ്തത് എന്നാണ് ഓർത്തിട്ടാണ്, അല്ലെ? അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരാൾ നശിപ്പിക്കപ്പെടാൻ വേണ്ടി ശിക്ഷിക്കപ്പെടുന്ന സ്ഥലമല്ല. അതുകൊണ്ട് ശുദ്ധീകരണ അവസ്ഥ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഇടമാണ്, ദൈവത്തിന്റെ കരുതലിന്റെ ഇടമാണ്, ദൈവത്തിന്റെ കഴുകുന്ന കരങ്ങളുടെ സ്ഥലമാണ്, ദൈവത്തിന്റെ ശുദ്ധീകരിക്കുന്ന ഹൃദയം
തോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥയാണത്. വിശുദ്ധർ പ്രാർത്ഥിക്കുന്ന, അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്ന, ഭൗമിക സഭ പ്രാർത്ഥിക്കുന്ന, സഹനങ്ങൾ ചേർത്ത് വെച്ച് പങ്കുവെച്ച് കൊടുക്കുന്ന, അവർ ശുദ്ധീകരണ സ്ഥലത്തിൽ എന്ത് നന്ദിയോടെ ഭൗമിക സഭയെ നോക്കും. ഞങ്ങൾ ഇവിടെ ആയിരുന്നിട്ടും ഞങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന, സഹിക്കുന്ന ആളുകൾ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അപ്പൻ മകന് വേണ്ടിയിട്ട് വീണ്ടും അത് പണിയെടുത്ത് കൊടുക്കുന്നത് പോലെ അത് അറിയുന്ന മകനുണ്ടാകുന്ന ഒരു ഫീലിംഗ് ഓർക്കുക. അതാണ് ഭൗമിക സഭ അവർക്ക് വേണ്ടി ബലിയർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പം അവർക്ക് ഉണ്ടാകുന്ന അനുഭവം, ശുദ്ധീകരണ അവസ്ഥയിലുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന അനുഭവം. അപ്പൊ അതുകൊണ്ട് ശുദ്ധീകരണ അവസ്ഥ ഒരു യാഥാർത്ഥ്യമാണ്. അത് സഭയുടെ കണ്ടുപിടുത്തമല്ല, പകരം സഭ അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉള്ളിൽ കിടക്കുന്ന സാരാംശത്തെ സഭ വ്യക്തമായി എന്ന് പറഞ്ഞാൽ അതിനെ ഡിഫൈൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് സഭ കണ്ടുപിടിക്കുന്നതെന്ന് ആളുകൾ പറയുന്നതിനെ നമ്മൾ അതിനെ ശരിയായി മനസ്സിലാക്കണം. അത് അവരുടെ വെറും ആർഗ്യുമെന്റ് ആണ്. ഇനി ഈശോ പറയുന്ന ചില പരാമർശങ്ങൾ ഇതുണ്ട്. ചില തിന്മകളെ കുറിച്ച് കർത്താവ് പറയാണ്, അത് ഈ യുഗത്തിലോ വരാനുള്ള യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല എന്നൊക്കെ പറയാം. എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന യുഗത്തിൽ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്ന, പരിഹരിക്കപ്പെടുന്ന ചില കാര്യങ്ങൾ, ആ നരകത്തെക്കുറിച്ചെല്ലാം ഉറപ്പാണ്. കാരണം നരകത്തിൽ പിന്നെ പരിഹരിക്കാനൊന്നുമില്ല. അപ്പോ ഈ യുഗത്തിൽ പരിഹരിക്കാവുന്നതും അടുത്ത യുഗത്തിൽ പരിഹരിക്കാവുന്നതുമായ ചില കാര്യങ്ങൾ, ആ പരാമർശം തന്നെ വിരൽ ചൂണ്ടുന്നത് സ്വർഗരാജ്യത്തെക്കുറിച്ചാണ്, ശുദ്ധീകരണ അവസ്ഥയെക്കുറിച്ചാണ്. ഇനി ശുദ്ധീകരണ അവസ്ഥയെക്കുറിച്ചുള്ള ചില പരാമർശങ്ങൾ പഴയ നിയമത്തിൽ പോലും ഉണ്ട്. മക്കബായരുടെ പുസ്തകത്തിൽ 2 മക്കബീസ് 12:46 മരിച്ചവർക്ക് വേണ്ടി പാപപരിഹാര ബലികൾ അർപ്പിക്കുന്നതിനെ കുറിച്ചുള്ള പരാമർശമൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ പഴയ നിയമ കാലഘട്ടത്തിൽ പോലും ഈ ശുദ്ധീകരണ അവസ്ഥയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇനി ജോൺ ക്രിസോസ്റ്റം, വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം സഭാപിതാവ്, അതിന്റെ ഒരു വാചകം ഞാൻ ഇങ്ങനെ വായിക്കാം. നമുക്ക് അവരെ സഹായിക്കുകയും അവരുടെ ഓർമ്മയാചരിക്കുകയും ചെയ്യാം. ആരെ? ശുദ്ധീകരണാവസ്ഥയിലെ ആളുകളെ. ജോബിന്റെ പുത്രന്മാർ തങ്ങളുടെ പിതാവിന്റെ ബലി വഴി വിശുദ്ധീകരിക്കപ്പെട്ടുവെങ്കിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള നമ്മുടെ കാഴ്ചകൾ അവർക്ക് അല്പം ആശ്വാസം നൽകുമെന്നതിൽ നാം എന്തിന് സംശയിക്കണം? മരിച്ചവരെ സഹായിക്കുന്നതിലും നമ്മുടെ പ്രാർത്ഥനകൾ അവർക്കായി സമർപ്പിക്കുന്നതിലും നാം ശങ്കിക്കരുത് എന്ന് തിരുസഭ പഠിപ്പിക്കുകയാണ്. നോക്കുക. അപ്പൊ അതുകൊണ്ട് ഈ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതിനെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പറയാം. ഒന്നാമത്തേത്, ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും, ഇപ്പൊ നോക്കുക, ദൈവത്തോട് ഐക്യത്തിൽ മരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവർ ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടാവണമെന്നില്ല. ഇപ്പൊ നനച്ച് കുമ്പസാരിച്ച് മരിക്കുന്നു, ദൈവത്തോട് അനുരഞ്ജനപ്പെട്ടിട്ടാണ് മരിക്കുന്നത്. അങ്ങനെ മരിച്ച ആളുകൾ. അതുപോലെ ദൈവത്തോടുള്ള സൗഹൃദത്തിൽ മരിക്കുന്നവർ, വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കാൻ കഠിനാധ്വാനം ചെയ്ത് തന്റെ ദൗർബല്യം കൊണ്ട് ചില സമയത്തൊക്കെ വീണു പോവുകയും എന്നാൽ അതിനെക്കുറിച്ച് വല്ലാതെ ദുഃഖിച്ച് തിരിഞ്ഞു നടക്കുകയും ചെയ്യുന്ന ശീലമുള്ള ഒരു മനുഷ്യൻ. പത്രോസിന്റെ കാര്യമൊക്കെ ഓർക്കുക. അതുപോലത്തെ വീഴുന്നു, അപ്പൊ തന്നെ എഴുന്നേക്കുന്നു, കർത്താവിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു. ഇതുപോലത്തെ മനുഷ്യരുണ്ട്. അതുപോലെ തന്നെ തന്റെ ദൗർബല്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ തിന്മയിലേക്ക് പോകുന്ന, പശ്ചാത്തപിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ കുമ്പസാരിച്ചിട്ട് മരിക്കുന്ന ആളുകൾ. ഇങ്ങനെയുള്ള പൊതുവിലാണ് ഞാൻ പറഞ്ഞത്. അവരെയാണ് ദൈവത്തിന്റെ കൃപാവരത്തിൽ ഒപ്പം സൗഹൃദത്തിൽ മരിക്കുന്നവർ. അവര് പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും, എന്ന് പറഞ്ഞാൽ ഈ ദണ്ഡവിമോചനമൊക്കെ വഴി പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞില്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. അവർക്ക് നിത്യരക്ഷ കിട്ടുമെന്ന് ഉറപ്പുണ്ട്. അവരാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ വ്യക്തികൾ. എന്നാൽ സ്വർഗീയാനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിനു വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരായിരിക്കും. നോക്കുക, സ്വർഗീയാനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ വിശുദ്ധി, പ്യൂരിഫിക്കേഷൻ. വിശുദ്ധി എന്ന് പറഞ്ഞ അർത്ഥം അതാണ്. പരിശുദ്ധി, പ്യൂരിഫൈ ചെയ്യപ്പെടുന്നതാണ്. പ്യൂരിഫൈ ചെയ്യപ്പെടുന്നതിന് വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരാക്കും. ആ അവസ്ഥയാണ്, ആ കഴുകപ്പെടുന്ന അവസ്ഥയാണ് ശുദ്ധീകരണ സ്ഥലം. ഇനി 1031 CCC ഇങ്ങനെ പഠിപ്പിക്കും, തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ അന്തിമ ശുദ്ധീകരണത്തെ, തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണ സ്ഥലം അഥവാ പർഗേറ്ററി എന്ന് വിളിക്കുന്നു. ശപിക്കപ്പെട്ടവരുടെ ശിക്ഷയിൽ നിന്ന് അത് തികച്ചും വിഭിന്നമാണ്. ശപിക്കപ്പെട്ടവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകത്തിലേക്ക് തീരുമാനിക്കപ്പെട്ടവരെയാണ്, സ്വയം അത് നരകത്തിന് വിധേയപ്പെടാൻ തീരുമാനിച്ചവരെ കുറിച്ചാണ്. അവരുടെ നിത്യശിക്ഷയിൽ നിന്ന് വിഭിന്നമാണ് എന്നാണ് തിരുസഭ പഠിപ്പിക്കുന്നത്. അതിനകത്ത് ഗ്രിഗറി ഗ്രേറ്റ് എന്ന വിശുദ്ധന്റെ ഒരു വാചകോടെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് അവസാനിക്കും. അതിങ്ങനെയാണ്: ലഘുവായ കുറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം അവസാന വിധിക്ക് മുൻപ് ഒരു ശുദ്ധീകരണ അഗ്നി ഉണ്ടെന്ന് നാം വിശ്വസിക്കണം. പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവരോട് ഈ യുഗത്തിലോ വരും യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ലെന്ന സത്യം തന്നെ ആയവൻ പറയുന്നു.
ചില കുറ്റങ്ങൾ ഈ യുഗത്തിൽ ക്ഷമിക്കപ്പെടാമെന്നും എന്നാൽ മറ്റു ചിലത് വരാനുള്ള യുഗത്തിലും ക്ഷമിക്കപ്പെടാമെന്നും ഈ വാചകത്തിൽ നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ശുദ്ധീകരണ അവസ്ഥയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, വ്യക്തതയുള്ള പരാമർശങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. അറ്റ് ദ സെയിം ടൈം ശുദ്ധീകരണ അവസ്ഥയെക്കുറിച്ചുള്ള വിശുദ്ധ ഗ്രന്ഥ അധിഷ്ഠിതമായ സഭയ്ക്ക് കർത്താവ് നൽകിയിരിക്കുന്ന ദൈവീക പ്രബോധനങ്ങളുടെ സമഗ്രതയിൽ നിന്ന് വ്യക്തമാകുന്ന പ്രബോധനമാണ് ഈ പറയുന്ന ശുദ്ധീകരണ അവസ്ഥ. അതിനെ സ്ഥലമെന്ന് വിളിക്കും മലയാളത്തിൽ പറയുമ്പം. പർഗേറ്ററി എന്ന് ഇംഗ്ലീഷിൽ പറയാം. ഒരു പ്ലേസ് ഓഫ് പർഗേറ്ററി എന്നല്ല പറയാറ്, നമ്മൾ മലയാളത്തിൽ അതിനെ ഉപയോഗിക്കുന്നതാണ് ശുദ്ധീകരണ സ്ഥലം എന്നൊക്കെ. അതൊരു സ്ഥലമല്ല, ഒരു പ്ലേസ് അല്ല, പകരം അതൊരു അവസ്ഥയാണ്. ദൈവത്തോട് ചേർന്നിട്ടുണ്ട്, എന്നാൽ ദൈവത്തിൽ ഒട്ടിച്ചേരാൻ മാത്രം പ്യൂരിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല. പരിശുദ്ധി തന്നെയായ ദൈവത്തിനോട് ചേർന്നിരിക്കാൻ മാത്രം പരിശുദ്ധി പ്രാപിച്ചിട്ടില്ലാത്ത, അതിനുവേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തെയൊക്കെ നമ്മൾ ഭാവാത്മകമായി കാണണം. അതാണ് ഇതിനകത്തൊരു കാര്യം, ഭാവാത്മകമായി കാണണം. ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന ഒരു മോശ സ്ഥലമല്ല എന്ന് നമ്മൾ ഓർക്കണം. അത് ദൈവത്തിന്റെ തന്നെ സ്ഥലമാണ് നമ്മൾ ഓർക്കണം. അത് ദൈവത്തിന്റെ സ്ഥലമാണ്, ദൈവം ശുദ്ധീകരിക്കുന്ന ദൈവ സാന്നിധ്യമുള്ള സ്ഥലമാണ് എന്ന് ഓർക്കണം. ശുദ്ധീകരണ സ്ഥലം ദൈവസാന്നിധ്യമുള്ള സ്ഥലമാണ്, ദൈവത്തോട് ചേർന്നിരിക്കുന്നവരുടെ സ്ഥലമാണ്, ദൈവം പരിഗണിക്കുന്ന ആളുകളുടെ സ്ഥലമാണ്. സ്വർഗീയ അനുഭവം അതിന്റെ പൂർണ്ണത കാക്ഷിച്ചുകൊണ്ട് സന്തോഷത്തോടെ പ്രത്യാശയോടെ അതിനുവേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സ്ഥലമാണ്. അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലം ഒരു മോശ സ്ഥലമല്ല. അവിടെയുള്ളവർ മോശക്കാരും അല്ല, അവർ നമ്മുടെ പ്രിയപ്പെട്ടവരാണ്. അവര് സ്വർഗരാജ്യത്തിൽ ഒരുമിച്ച് നമ്മോടൊത്തുണ്ടാകും. അവരൊരിക്കൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ളവരാണ് തീർച്ചയായിട്ടും. അപ്പൊ ഈ കാര്യങ്ങളെക്കുറിച്ചാണ്, ഇത്രയൊക്കെയാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഉള്ള സമയം കൊണ്ടൊന്ന് നരകത്തെക്കുറിച്ച് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും പറയാവുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. കൂടുതൽ വ്യക്തത ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചോദിക്കുകയും ചെയ്യാം. സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ അന്ത്യവിധിയെക്കുറിച്ചുള്ള വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പ്രതിപാദനങ്ങളിലൊക്കെ ഈശോ സ്വർഗത്തെക്കുറിച്ചും നിത്യശിക്ഷയെക്കുറിച്ചും മാത്രമാണല്ലോ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോ അന്ത്യവിധിയുടെ സമയത്ത് കാലിക ശിക്ഷ പൂർത്തീകരിച്ചിട്ടില്ലാത്ത ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ഒരു ആത്മാവ് അതിനുശേഷവും തനിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന കാലിക ശിക്ഷ പൂർത്തിയാകുന്നതുവരെ അവിടെ തന്നെ തുടരുവോ, അതോ സ്വർഗം നരകം എന്ന് വലതുവശം ഇടതുവശം ഇങ്ങനെ രണ്ട് കാര്യങ്ങളെ പറയുന്നുള്ളൂ. അപ്പോ ശുദ്ധീകര സ്ഥലത്തിലെ ഒരു ആത്മാവ് കാലിക ശിക്ഷ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ആ ആത്മാവിന്റെ? നല്ലൊരു ചോദ്യം. അതായത് ഇതൊരു സ്വാഭാവികമായ സംശയമാണ്, എനിക്ക് പണ്ടുണ്ടായിരുന്ന ഒരു സംശയമാണ്. അതായത് ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് പ്രവേശിക്കുന്ന ആൾ, ഉദാഹരണത്തിന് ഇത്രയും വലിയ 1000 വർഷത്തെ ശുദ്ധീകരണ അവസ്ഥ ആവശ്യമുള്ള ഒരാൾ, അപ്പൊ അയാള് മരിച്ചു കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴത്തേനും യുഗാന്ത്യമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ആ സമയത്ത് ഇയാള് പിന്നെ ബാക്കി എല്ലാവരും സ്വർഗത്തിൽ പോകുമ്പോഴും ശുദ്ധീകരണ സ്ഥലം ഉണ്ടാകുമോ? ശുദ്ധീകരണ സ്ഥലം ഈശോയുടെ 2ാം വരവിന് ശേഷം, അന്തിമ വിധിക്ക് ശേഷവും തുടരുമോ എന്നുള്ളതാണ് ഈ ചോദ്യം. അതിനെക്കുറിച്ച് ശരിക്കും പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ടൈം എന്ന് പറയുന്ന കാര്യം അത് ഒരു ഭൗമിക യാഥാർത്ഥ്യമാണ് എന്നതാണ്. ഭൗമിക യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ എത്ര നാൾ ഇതിന് ശേഷം, മുൻപ് എന്ന് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ, വാക്കുകളൊക്കെ സമയവുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെ? ഇത്ര കാലം എന്ന് പറയുന്നതൊക്കെ സമയവുമായി ബന്ധപ്പെട്ടതാണ്. സമയത്തിന്റെ പ്രത്യേകത എന്താണ്? അത് ഒരു ഭൗമിക റിയാലിറ്റിയാണ്. ഈ ഭൂമിയിൽ പ്രപഞ്ചം ചലിക്കുന്നത് കൊണ്ടും ഭൂമി സൂര്യനെ ചുറ്റി കറങ്ങുന്നത് കൊണ്ടും അതിനെ നമ്മൾ മുറിച്ച് അളക്കുന്നതാണ് ഈ സമയം. ദൈവത്തിന്റെ പ്രപഞ്ചത്തിൽ ടൈമില്ല. അവിടെയുള്ളത് ക്രോണോസ് അല്ല, കൈറോസ് ആണ്. കൈറോസ് അഥവാ സ്വർഗീയ സമയമാണ്. ആ സമയത്തിന്റെ ക്യാരക്ടർ എറ്റേണലാണ്, നിത്യത എന്ന് പറഞ്ഞ ഇതാണ്. അതുകൊണ്ട് എത്ര നാൾ എന്നത് അവിടെ പ്രസക്തമല്ല. അതുകൊണ്ട് തന്നെ 1 സെക്കൻഡ് കൊണ്ട് നമ്മളെ ഇങ്ങനെ ഞാനിത് പറയുമ്പം അതിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. കാരണം നമുക്ക് മനുഷ്യന്റെ ഭൗമിക വാക്കുകൾ ഉപയോഗിച്ചാൽ അതിന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ശുദ്ധീകരണ അവസ്ഥയുടെ നീളമല്ല പ്രധാനപ്പെട്ടത്, നമ്മൾ ഓർക്കണം. നീളമല്ല പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞാൽ 1 വർഷം ശുദ്ധീകരണ അവസ്ഥയിലായിരുന്നു, 1 ദിവസമായിരുന്നു. ഈ 1 ദിവസമോ ഇതോ അല്ല, പകരം ആ ആൾ ഏറ്റെടുക്കുന്ന ഇന്റൻസിറ്റി ഓഫ് സഫറിങ് ആണ് ഇതിനകത്തെ കാര്യം. ആ സഫറിങ്ങിന്റെ തീവ്രതയാണ്. ആ തീവ്രത സമയം കൊണ്ടല്ല അളക്കപ്പെടാവുന്നത്. കാരണം സമയം പോലും നിത്യതയിലായിരിക്കുന്ന ഒരു രാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇനി അതുകൊണ്ട് നമ്മുടെ ഭൂമിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് ചിന്തിച്ചാൽ, ഈശോയുടെ ഭൂമിയിലേക്കുള്ള 2ാമത്തെ ആഗമനത്തോടുകൂടെ ഈ പറയുന്ന
ശുദ്ധീകരണ സ്ഥലത്തിന് പിന്നെ എക്സിസ്റ്റൻസ് ഇല്ല. അപ്പോൾ മുതൽ ഒന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ. ആ സെക്കൻഡിൽ മരിക്കുന്നവർ പോലും പൂർണ്ണമായ ശുദ്ധീകരണ അവസ്ഥയിലൂടെ ആ സമയം കൊണ്ട് തന്നെ കടന്നുപോയി സ്വർഗത്തിലേക്കോ നരകത്തിലേക്കില്ല, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും എന്ന് നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. അപ്പൊ അതിനെ വെറുതെ ഭൂമിയിലുള്ള ടൈമിന്റെ മാനദണ്ഡം അനുസരിച്ച് കണക്കാക്കേണ്ടതില്ല എന്നാണ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടും ഫ്രം എ ലോജിക്കൽ പെർസ്പെക്റ്റീവ് പറയാൻ പറ്റുന്നത്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. പുണ്യവാന്മാരുടെ ഐക്യത്തെ പറ്റി പറഞ്ഞപ്പോൾ ഓരോ ചെറിയ സ്നേഹത്തിന്റെ അല്ലെങ്കിൽ സഹനത്തിന്റെ പ്രവൃത്തിയും അതിന്റെ നന്മയിലും പ്രവൃത്തിയിലും അതിന്റെ നന്മയിലും ഒക്കെ സഭാഗാത്രത്തിലത്തെ മുഴുവൻ അംഗങ്ങൾക്കും പങ്കാളിത്തം ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു തിന്മ അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ദൈവസ്നേഹത്തിൽ നിന്നുള്ള അകൽച്ച അത് എങ്ങനെയാണ് സഭാഗാത്രത്തെ മുഴുവനായിട്ട് എങ്ങനെയാണ് ബാധിക്കുന്നത്? മുഴുവനായിട്ട് എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ തിന്മയും ഓരോരുത്തരുടെ നന്മയും എല്ലാവരെയും ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ശരിക്കും പറയാൻ ഇപ്പം ഒറിജിനൽ സിൻ എന്ന് പറയുന്നതിന്റെ പുറകിൽ പോലും ഈ ഒരു കൺസെപ്റ്റിന്റെ ഭാഗമുണ്ട്. എന്ന് പറഞ്ഞാൽ ആദോഹുവായും ഒരു റോങ് ചോയ്സ് നടത്തി തിന്മ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ്. മനുഷ്യ വംശമാണ് ദൈവം സൃഷ്ടിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഫാമിലിയിലായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് നമ്മൾ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ പങ്കാളികളാണ്. നമുക്ക് വളരെ ബാഹ്യമായ സിമ്പിളായ ഒരു പൊട്ട ഉദാഹരണം പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു 4 പിള്ളേരുണ്ട്. അതിൽ മൂന്നാമത്തെ കൊച്ചു മാത്രം ഒരു തീവ്രവാദ ബന്ധത്തിന് പോലീസ് പിടിച്ചു കൊണ്ടുപോയി. എങ്ങനെ ഉണ്ടാവും? ആ കുടുംബത്തിൽ ബാക്കി ആരും ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ നാട് മുഴുവനും ആ കുടുംബത്തെയാണ് രൂക്ഷമായി നോക്കാൻ പോകുന്നത്. ആ കുടുംബത്തിനാണ് പിന്നെ പുറത്തിറങ്ങാൻ പറ്റാതാവുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഒരു കുടുംബമായിരിക്കുമ്പോൾ പോലും ഒരാളുടെ തിന്മ ബാക്കിയുള്ളവരെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഒരു ശരീരമായിരിക്കുമ്പോൾ അത് അതിനേക്കാൾ കൂടുതൽ ബാധിക്കും. എന്റെ കാല് തട്ടി വിരൽ മുറിഞ്ഞാൽ അതിന്റെ ശരീരത്തിന് മുഴുവനാണ് വേദന ഉണ്ടാകുന്നത്. അതുകൊണ്ട് സഭാഗാത്രത്തിലെ ഓരോരുത്തരും ചെയ്യുന്ന തിന്മ, ഒരു ചെറിയ ഗ്രൂപ്പ് ഒരു സ്ഥലത്ത് ചെയ്യുന്ന തിന്മ, അതെല്ലാവരുടെയും വേദനയാണ്. അത് ഭൂമിയിലും അതെ, സ്വർഗത്തിലും അതെ. ഇപ്പൊ ഭൂമിയിലാണെ പോലും ഇപ്പം സഭയുടെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു പ്രശ്നം ഉണ്ടെന്ന് കരുതുക, അതെല്ലാവരുടെയും വേദനയാണ്. അങ്ങനെ ആകണം. ഇനി ഭൗമിക ശുദ്ധീകരണ സഭ സഹനം അനുഭവിക്കുന്നു വിചാരിക്കുക, അവരല്ലേ ഇച്ചിരി ഇരിക്കും നല്ലതാ, ഞാൻ എന്റെ കാര്യം സേഫ് ആക്കിയിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. നമ്മളും ആ വേദനയിൽ പങ്കുചേരണം. അങ്ങനെ പങ്കുചേരുന്നത് വഴിയാണ് നമ്മൾ ആ ശരീരത്തിന്റെ ഭാഗമാണ് നമ്മളെ തന്നെ ഉറപ്പുവരുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തിന്മകൾക്കും പങ്കാളിത്തമുണ്ട്. പക്ഷെ ആ തിന്മ എങ്ങനെയാ ബാധിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ വേദനയാണ് ബാക്കിയുള്ളവരെ ബാധിക്കുന്നത്. ആ തിന്മ അവരെ ബാധിക്കില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഒരു തിന്മ ചെയ്താൽ ആ തിന്മ മറ്റേയാളും ചെയ്യുന്നു എന്നല്ല അർത്ഥം. ആ തിന്മയുടെ വേദനയിൽ മറ്റേയാളും പങ്കുചേരും. ഉറപ്പായിട്ടും അങ്ങനെയല്ലേ? ഇപ്പൊ ഒരു വീട്ടിൽ ഒരു കൊച്ച് ഈ പറഞ്ഞ ഒരു മോഷണം നടത്തി പിടിച്ചു, അമ്മയ്ക്ക് എന്തോരം വേദനയായിരിക്കും. ആ കുഞ്ഞനുഭവിക്കുന്ന വേദന തന്നെ അമ്മയും, ഒരു തെറ്റും ചെയ്യാത്ത അമ്മയും അനുഭവിക്കും. എന്നതുപോലെ നമ്മൾ സഭാഗാത്രം മുഴുവനും വേദന അനുഭവിക്കുന്നുവെന്ന് നമ്മൾ ഓർക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയുടെ സഹനങ്ങളൊക്കെ ഈശോ ചെയ്ത തിന്മയുടെ അല്ലല്ലോ, നമുക്കറിയാലോ. അത് ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി മിശിഹ ഏറ്റെടുക്കുന്ന സഹനമാണ്. ആ സഹനത്തോടാണ് വിശുദ്ധൻ രക്തസാക്ഷികളും തങ്ങളെ തന്നെ ചേർത്ത് വെച്ചത്. അപ്പോൾ ഓരോരുത്തരും ചെയ്യുന്ന തിന്മയ്ക്ക് പരിഹാരം ചെയ്യാൻ അതിന്റെ സഹനമാണ് ഈ സഭാഗാത്രത്തിലെ മറ്റുള്ളവർ ഏറ്റെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളങ്ങനെ ഏറ്റെടുക്കാനും ബാധ്യസ്ഥരാണ്. എല്ലാ തിന്മകളും നമ്മളെയും ബാധിക്കും ആ അർത്ഥത്തിൽ, അതിന്റെ സഫറിങ്ങിന്റെ ഭാഗമായിട്ട്. നന്ദി അച്ഛാ. വേറൊരു ചോദ്യമാണ്, ഉയർപ്പിൽ നമ്മുടെ വ്യക്തിത്വം, വിൽ അല്ലെങ്കിൽ മെമ്മറി എല്ലാം നമ്മോടൊത്ത് ചേരുമെന്ന് അച്ഛൻ പറഞ്ഞല്ലോ. അത് അന്ത്യവിധിയുടെ സമയത്താണോ, നമ്മുടെ ശരീരവുമായിട്ട്, മഹത്വീകൃത ശരീരവുമായിട്ട് ചേരുമ്പോഴാണോ അത് സംഭവിക്കുന്നത്? പിന്നെ ഒരു കാര്യം, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ തന്നെ സ്വഭാവ പ്രത്യേകതകൾ, നമ്മുടെ ഇപ്പോൾ വ്യക്തിത്വത്തിൽ പോസിറ്റീവ്സും ഉണ്ടാവും നെഗറ്റീവ്സും ഉണ്ടാവും. അതുപോലെ നമ്മുടെ മെമ്മറിയിൽ നമുക്ക് സുഖകരമായിട്ട് സന്തോഷമുള്ള ഓർമ്മകളും ഉണ്ടാവും, നെഗറ്റീവായിട്ടുള്ള ഓർമ്മകളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്വർഗത്തിൽ ക്രിസ്തുവിന് ദൈവത്തോട് ചേരുമ്പോഴും ഇതേപോലെ തന്നെ നമ്മുടെ സ്വഭാവ പ്രത്യേകതകളോടുകൂടെയും നമ്മുടെ വ്യക്തിത്വത്തിന്റെ പ്രത്യേകതകളോടുകൂടെയും തന്നെ ആയിരിക്കുവോ, അതോ നന്മ മാത്രമുള്ള വ്യക്തിത്വം മാത്രമായിരിക്കുമോ? സ്വർഗം എന്ന് പറയുന്ന പൂർണ്ണ നന്മയുടെ സ്ഥലമാണ്, പൂർണ്ണ നന്മയിലായിരിക്കുന്നവരുടെ സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് വിശുദ്ധരായവരും വിശുദ്ധീകരിക്കപ്പെട്ടവരും മാത്രമാണ് സ്വർഗത്തിലുള്ളത്. അതുകൊണ്ട് തിന്മയായിട്ടുള്ളതോ അല്ലാത്ത ഇങ്ങനത്തെ പ്രവണതകൾ, ഇപ്പൊ ഉദാഹരണത്തിന് തെറ്റ് ചെയ്യുന്നു, പശ്ചാത്തപിക്കുന്നു, അങ്ങനെ പോയിട്ട് ദൈവത്തോട് ചേർന്ന് മരിച്ച് ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾ ആ ക്യാരക്ടർ സ്വർഗത്തിൽ കാണിക്കുമോ എന്നാണ് എനിക്ക് ചോദിച്ചിട്ടുണ്ടാവുക.
ആ ക്യാരക്ടർ കാണിക്കില്ല. പകരം ആ വ്യക്തി അങ്ങനെയുള്ള ഒരാളായിരുന്നു എന്നതിന്റെ ഷാഡോ, ഷെയ്ഡ്സ് ആളിലുണ്ടാവും. അത് അയാളെ ആ സമയത്ത് ബാധിക്കണമെന്നില്ല, പക്ഷെ അത് അയാളെ ബാധിക്കില്ല, പക്ഷെ അയാളിൽ അതുണ്ടാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓർമ്മകൾ വലിയ കൃതജ്ഞതയായും ദൈവത്തിന്റെ സ്നേഹത്തോട് അടുപ്പിക്കുന്നതിനുള്ള കാരണങ്ങളായും ഒക്കെ അയാളിലുണ്ടാവും. അല്ലാണ്ട് ആ പ്രകൃതി, മനുഷ്യ പ്രകൃതി അതിനകത്ത് തുടരില്ല. എന്ന് പറഞ്ഞാൽ അയാളുടെ ആ ഒരു ക്യാരക്ടർ ഒന്നും സ്വർഗത്തിൽ ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ഇവിടെ മഹാകുശുംബിയായിരുന്നു, അവിടെ ചെല്ലുമ്പോഴും കുശുംബി തന്നെ ഉണ്ടാവും സ്വർഗത്തിൽ എന്ന് വിചാരിക്കേണ്ട എന്നാണ് ഉദ്ദേശിച്ചത്. ശരിയായിരിക്കട്ടെ അച്ഛാ. അച്ഛന്റെ ക്ലാസ് വളരെ നല്ലതാണ്, കേട്ടിരിക്കാൻ തന്നെ തോന്നുന്നു. എനിക്കൊരു ചെറിയൊരു സംശയം. അച്ഛൻ 2 ക്ലാസ് മുന്നേ അന്ത്യവിധിയുടെ കാര്യം സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ശിഷ്യന്മാരോട് യേശു പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അന്ത്യവിധിയുടെ സമയത്തിന്റെ കാര്യം ചോദിക്കുമ്പോൾ ഇതിന്റെ പുത്രന് പോലുമോ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു അധ്യാപികയുടെ ഒരു സ്റ്റോറി പറഞ്ഞു, മാതാവായ അധ്യാപികയുടെ. അപ്പൊ അച്ഛൻ പറഞ്ഞു ഉദ്ദേശിച്ചത് യേശുവിനെ അറിയാം, പക്ഷെ ഈ സമയത്ത് നിങ്ങൾ അറിയണ്ട എന്നുള്ള ഒരു മെസ്സേജാണ് അച്ഛൻ തന്നത്. എനിക്ക് എൻ്റെ ഒരു ബ്രദർ സജഷൻ പറഞ്ഞു. അതായത് നമ്മളുടെ ആൽഫ ബൈബിൾ വ്യാഖ്യാനങ്ങളിലെ ഇതിന് പറയുന്നത് യേശു മനുഷ്യപുത്രനായ നിമിഷം മുതൽ അവന് മനുഷ്യപുത്രനായതിന്റെ കുറച്ച് ബലഹീനതകൾ കൂടി വന്നിട്ടുണ്ട്. ഓക്കെ, ആ ബലഹീനതകൾ കൊണ്ടായിരിക്കാം യേശു അങ്ങനെ സംസാരിച്ചത് എന്ന് ആൽഫ ബൈബിൾ വ്യാഖ്യാനങ്ങളിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നു. എന്താണെന്ന് എനിക്കറിയില്ല. അച്ഛൻ്റെ ഒരു അതായത് ഈശോ പറയുന്ന ഈ വാചകത്തിൽ ഈശോ തന്റെ അജ്ഞതയെക്കുറിച്ച് പറയുന്നതല്ല, തീർച്ചയായിട്ടും അല്ല. ഈശോ എനിക്കത് അറിഞ്ഞുകൂടാ എന്ന് ഈശോ പറയുന്നത് അത് അറിയില്ലാത്ത ഒരാൾ മാത്രമാണ് ഞാനെന്നല്ല. അങ്ങനെയാണെങ്കിൽ ഈശോ എങ്ങനെയാണ് മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ അത്ര കൃത്യമായി പറയുന്നത്? സ്വർഗത്തെക്കുറിച്ച്, സ്വർഗത്തിൽ ആര് പോകും എന്നതിനെ കുറിച്ച്, അങ്ങനെ തുടങ്ങുന്ന കാര്യമൊക്കെ. അന്ന് അത്രയും കാര്യങ്ങൾ ഈശോയ്ക്ക് വളരെ വ്യക്തമായി അറിയാമെങ്കിൽ, പിതാവ് ഞാനും ഒന്നാണ്, പിതാവ് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യം പിതാവ് അറിയുന്നു, പിതാവ് പറയുന്നത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എന്ന് തുടങ്ങുന്ന വിധത്തിൽ ഈശോ തന്നെക്കുറിച്ച്, തന്റെ പ്രവൃത്തികളെക്കുറിച്ച് കൃത്യതയോടുകൂടെ പറയുന്നെങ്കിൽ, സ്വർഗത്തിൽ അനേകം വാസസ്ഥലങ്ങൾ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് കൃത്യമായി പറയുന്നെങ്കിൽ ഈശോ അതിനെക്കുറിച്ച് അജ്ഞനല്ല എന്നത് വ്യക്തമാണ്. ഈ ഒരു ഡേറ്റിന്റെ അല്ലെങ്കിൽ സമയത്തിന്റെ കാര്യം മാത്രം എന്തിന് ഈശോയിൽ നിന്ന് മറച്ചു വെക്കണം എന്നുള്ളതാണ് എന്റെ ചോദ്യം. അവിടെ ഈശോ പറയുന്ന കാര്യം കൃത്യമാണ്, സദാ ജാഗരൂകരായിരിക്കും. ടൈം പറഞ്ഞാൽ പിന്നെ സദാ ജാഗരൂകതയില്ല. ടൈം പറഞ്ഞാൽ പിന്നെ സദാ ജാഗരൂകതയില്ല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു പണിക്കാരനെ ഏൽപ്പിച്ചിട്ട് ഞാൻ 3:30 വരുവേ നോക്കാനെന്ന് പറഞ്ഞാൽ അവൻ ഉറപ്പായിട്ടും 3:15 തൊട്ട് പണിയെടുക്കും, അല്ലെ? 3:15 വരെ പണിയെടുക്കാൻ ഒരു സാധ്യതയില്ലതാണ്. അപ്പൊ പിന്നെ നമ്മൾ സദാ ജാഗരൂകതയുടെ അർത്ഥം പോലും വരുന്നില്ല. അപ്പോ ഈശോ സദാ ജാഗരൂകരായിരിക്കുമെന്ന് പറയുന്ന ആ പ്രബോധനത്തെ അടിയിലെ മുറിച്ചു കളയലാകും ആ ടൈം എനിക്ക് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞു, അല്ലെ? അപ്പോ ഈശോയ്ക്ക് അറിയാൻ മേലാത്തത് കൊണ്ടല്ല, പകരം ഈശോ അത് വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് ഈശോ അവിടെ പറയുന്നത്. അതിന് വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ എവിടെ നിന്നാണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈശോയുടെ മനുഷ്യത്വത്തിന്റെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. അത് വേറെ വിധത്തിലാണ് ക്രിസ്റ്റോളജിക്കലായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യപ്പെടേണ്ടത്. അത് ഇതുമായിട്ട് കറക്റ്റ് ചെയ്യുന്നത് ഒരിക്കലും ഉചിതമല്ല. ഹലോ അച്ഛാ, ഈ സംശയം ശരിക്കട്ടെ. അച്ഛാ, എനിക്ക് 3 സംശയമാണുള്ളത്. ഒന്നാമത്തേത്, ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധ ബലിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പം അവരുടെ ശിക്ഷയ്ക്ക് ഇളവുണ്ടാകുമോ? രണ്ടാമത്തെ സംശയം, ഇളവുണ്ടാകുമോ എന്ന്. അതെ, ഒരു അടുത്ത സംശയം, ഒരു ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാവ് എത്ര നാള് കഴിഞ്ഞാണ് അവിടുന്ന് പുറത്തു പോയാൽ അവരെവിടെയായിരിക്കും? മൂന്നാമത്തെ സംശയം, ഓരോന്നോരെന്ന് പറയാം, അല്ലെങ്കിൽ ഞാനും വിട്ടുപോകും. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും വിശുദ്ധ ബലി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഇളവ് കിട്ടുമോ? തീർച്ചയായിട്ടും. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണല്ലോ സഭ പഠിപ്പിക്കുന്നത്. നമ്മൾ അർപ്പിക്കുന്ന മരിച്ചവർക്ക് വേണ്ടിയുള്ള ബലിയർപ്പണങ്ങളും, നമ്മൾ അവർക്ക് വേണ്ടി സഹിക്കുന്ന ത്യാഗങ്ങളും, അവർക്ക് വേണ്ടി അർപ്പിക്കുന്ന പ്രാർത്ഥനകളുമൊക്കെ അവരുടെ സഹനത്തിൽ നമ്മളും പങ്കുചേരുന്നതാണ്. അപ്പോൾ അവരേറ്റെടുക്കുന്ന ശുദ്ധീകരണം അവരേറ്റെടുക്കണം തീർച്ചയായും. പക്ഷെ അതിൽ പങ്കാളികളാകാൻ നമുക്ക് പറ്റും. അത് അവരെ ആശ്വസിപ്പിക്കുകയും അവരുടെ കാലിക ശിക്ഷയെ ഇളവ് ചെയ്യുന്നതിന് കാരണമായി തീരുകയും ചെയ്യുമെന്ന് തന്നെയാണ് തിരുസഭ പഠിപ്പിക്കുന്നത്. ഉറപ്പായിട്ടും. ഇനി അടുത്ത സംശയം, ഈ ശുദ്ധീകരണ സ്ഥലത്തെ കാലാവധി കഴിഞ്ഞാൽ ആ ആത്മാവ് എവിടെയായിരിക്കും പോവുക? ശുദ്ധീകരണ സ്ഥലം കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സ്വർഗത്തിൽ, സംശയമേ വേണ്ട. സ്വർഗത്തിൽ ശുദ്ധീകരണ സ്ഥലം കഴിഞ്ഞാൽ പിന്നെ സ്വർഗം മാത്രമേ ഉള്ളൂ. ഇനി അതിന്റെ കാലാവധി എന്ന് പറയുന്ന പദത്തിനും പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ കാലം
എന്ന് പറയുന്നത് നമുക്ക് ഭൂമിയിൽ നിന്ന് ആണ് നമ്മൾ കാലാവധി എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് പറയുന്നത്. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ശുദ്ധീകരണ കാലഘട്ടം എന്നൊക്കെ പറയാം. അത് നമ്മൾ ഭൂമിയിൽ നിന്ന്, ഭൂമിയിലെ ഭാഷ കൊണ്ട്, ഭൂമിയിലെ പ്രപഞ്ചത്തിന്റെ ക്യാരക്ടറിൽ നിന്ന് പറയുന്നതാണ് നമ്മൾ ഓർക്കണം. അവിടെ ടൈം പോലും ഇല്ലാത്ത സ്ഥിതിക്ക് അതിനെ ഒരു ടെമ്പറൽ മാട്രിക്സിനകത്ത് ഇടുന്നത് ശരിയല്ല. പക്ഷെ ഇതാണ് അത് പൂർത്തിയാകുമ്പോൾ എന്ന് വേണേൽ പറയാം. അത് പൂർത്തീകരിക്കപ്പെടുമ്പോൾ അഥവാ ശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ ആ വ്യക്തി സ്വർഗത്തിലായിരിക്കും. കർത്താവിന്റെ രണ്ടാം വരവിന് മുന്നായിട്ട് ഒരു വ്യക്തി ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് പുറത്തു പോയാലോ? ഒരാള് അവിടുന്ന് ഒരു സ്ഥലമല്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു, ശുദ്ധീകരിക്കപ്പെടുന്ന അവസ്ഥയാണ് എന്ന് പറഞ്ഞു. ഇനി ആത്മാവും ശരീരവും പൂർണ്ണമായും സംയോജിക്കപ്പെട്ട് മിശിഹായുടെ സാന്നിധ്യത്തിലാകുന്ന അവസ്ഥ, ആ സമയം ശരിക്കും പറഞ്ഞാൽ ഭൂമിയെ സംബന്ധിച്ച് മിശിഹായുടെ രണ്ടാമത്തെ ആഗമനമാണ്. ഭൂമിയിൽ നിന്ന് വേർപെട്ടു പോയവരെ സംബന്ധിച്ച് ആ ടൈം എറ്റേണിറ്റിയാണ്. ഈ ടൈമിന്റെ അളവുകോലിനകത്തല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അതിനെ കണ്ടാൽ മതി. ഇതൊരു ദൈവിക രഹസ്യം ഇവിടെ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇത് ഞാനിത് പറയാനുള്ള കാരണം, പലപ്പോഴും വളരെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള ശുദ്ധീകരണ സ്ഥല പരാമർശങ്ങൾ നമ്മൾ കാണും. എന്ന് പറഞ്ഞാൽ ഇന്ന പ്രാർത്ഥന നീ 3 പ്രാവശ്യം ചൊല്ലിയാൽ 5 ആത്മാക്കൾ സ്വർഗത്തിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനത്തെ നമ്പറൊന്നും കർത്താവ് പഠിപ്പിച്ചതോ സഭയുടെ ഔദ്യോഗിക പ്രബോധനത്തിലോ ഉള്ളതല്ല. ചില പ്രൈവറ്റ് റെവലേഷൻസ് ആണ്. നമുക്കങ്ങനെ എണ്ണാനും അളന്നു തിരിക്കാനൊന്നും പറ്റില്ല. അത് അവരെ സഹായിക്കുമെന്നും ദൈവം അതിനെ സ്വീകരിക്കുമെന്നും മാത്രമേ നമ്മൾ പറയേണ്ട ആവശ്യം. അതിൽ കവിഞ്ഞുള്ളതൊക്കെ എക്സാജറേഷൻസ് ആണ്, അതിവർണ്ണനകളാണ്. അത് ഭാവനയിൽ നിന്നുണ്ടാകുന്നതാണ്, മാനുഷികമാണ്. അത് ചില വിശുദ്ധർക്കൊക്കെ പോലും കിട്ടിയിട്ടുള്ള പ്രൈവറ്റ് റെവലേഷൻസിന്റെ ഭാഗമാണ്. പക്ഷെ ആ പ്രൈവറ്റ് റെവലേഷൻസിനെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നതിന്റെ പ്രശ്നം കൂടിയാണ്. എന്റെ സംശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വിശ്വാസപ്രമാണത്തില് ശരീരത്തിന്റെ ഉയർപ്പിന് നമ്മൾ വിശ്വസിക്കുന്നല്ലോ. അപ്പോ യേശുവിന്റെ രണ്ടാം വരവിന് ശേഷമാണല്ലോ ശരീരങ്ങളുടെ ഉയർപ്പീകരണം അല്ലെങ്കിൽ മഹത്വീകരണം ഉണ്ടാവുന്നത്. അപ്പൊ നരകത്തിലേക്ക് പോയ ആത്മാക്കൾക്കും ആ മഹത്വീകരണം, ശരീരത്തിന്റെ മഹത്വീകരണം ഉണ്ടാവുമോ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. നരകത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് മഹത്വീകൃത ശരീരത്തിന്റെ ഓപ്പോസിറ്റ് അവസ്ഥ ഉണ്ടാവും. അത് ഏതായിരിക്കും എന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. അന്ധകാരം എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞത് അതിനെ പരാമർശിച്ചുകൊണ്ടാണ്. പ്രകാശഭരിതമായ ശരീരം സ്വർഗത്തിൽ, അന്ധകാരാവൃതമായ ശരീരം നരകത്തിൽ. അങ്ങനെയാണ്. അതായത് നന്മയൊന്നുമില്ലാത്ത, പ്രകാശഭരിതമായതൊന്നുമില്ലാത്ത, പ്രഭയുള്ളതൊന്നുമില്ലാത്ത, ആബ്സെൻസും ഇല്ലായ്മകളും മാത്രമുള്ള ശരീരം. ഞാൻ ഈ ക്ലാസ് കേൾക്കാൻ ഭാഗ്യം കിട്ടിയത് വളരെ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ ആഗ്രഹിച്ചിരുന്ന കാര്യമായിരുന്നു. അതുകൊണ്ട് നന്ദി പറയുന്നത്. ആദ്യമായി എന്റെ സംശയം, മരിച്ചുപോയ ഒരാത്മാവിന്റെ അവസ്ഥയെ പറ്റി ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് ദൈവം അറിവ് കൊടുക്കുമോ? അങ്ങനെ ചോദിച്ചാൽ സ്വാഭാവികമായി അത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഈ ഭൂമിയിൽ ഇരിക്കുന്ന ആളുകൾ അറിയേണ്ട വിഷയവുമല്ല അത് ദൈവത്തിന്റെ പ്രപഞ്ചത്തിൽ. അതിനോട് ഏതാണ്ട് പരാമർശിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ലാസറിന്റെ ഉപമയിൽ. ലാസർ പറയാണ്, ഇവിടുന്ന് ഒരാൾ, മരിച്ചു വരുന്ന ഒരാൾ ചെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുമായിരിക്കും. ദൈവം അതിന് കൊടുക്കുന്ന മറുപടി ഇതാണ്: അവർക്ക് നിയമവും പ്രവാചകന്മാരും ഉണ്ട്. അവർ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഒരാൾ ചെന്ന് പറഞ്ഞാലും അവർക്ക് ബോധ്യമാവുകയില്ല. ഇനി ഒരാളുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോയിട്ടുണ്ട്, ഇനി നീ പ്രാർത്ഥിക്കൊന്നും വേണ്ട, പേടിക്കണ്ട, സമാധാനിച്ചോളൂ എന്ന് ഒരു ഒരു ഇൻഫർമേഷൻ ദൈവം സ്വർഗത്തിൽ നിന്ന് ഒരാൾക്ക് കൊടുക്കും എന്ന് കരുതപ്പെടാൻ ആവശ്യമായ ന്യായീകരണങ്ങളോ സഭയുടെ പ്രബോധനങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ക്ലെയിം ചെയ്തിട്ടുള്ള വിശുദ്ധരുണ്ട്. അങ്ങനെ എനിക്ക് സ്വർഗത്തിലാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എൻ്റെ വല്യമ്മ സ്വർഗത്തിൽ തന്നെയാണ്, എനിക്ക് സ്വപ്നത്തിൽ അത് മനസ്സിലായി എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു വലിയ പരിധി വരെ അവരുടെ ഒരു ബോധ്യമായിട്ടൊക്കെ കരുതിയാൽ മതി. ദൈവം അവർക്ക് വന്ന് വെളിപ്പെടുത്തിയതാണെന്നോ അത് അബ്സല്യൂട്ട്ലി ട്രൂ ആണെന്നോ ഒന്നും പറയേണ്ട കാര്യമില്ല. നമുക്ക് എപ്പോഴാണത് ട്രൂ ആണെന്ന് അബ്സല്യൂട്ട് ആയിട്ട് പറയാൻ പറ്റുന്ന ഒറ്റ കേസിലാണ്, കാനനൈസേഷന്റെ ഡിക്ലറേഷനിലാണ്. ഒരാൾ സ്വർഗത്തിലാണ് എന്ന് സഭ ഔദ്യോഗികമായി കാനനൈസേഷൻ നടത്തിയാൽ, പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിയാം ആൾ സ്വർഗത്തിലായിരിക്കും. അത് മാത്രമാണ് നമുക്കറിയാവുന്ന ഒരു മാർഗം. അച്ഛാ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛന് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. എന്റെ സംശയം എന്ന് പറഞ്ഞാൽ ചെറിയ സംശയം,
ഈ മരിച്ച ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന ആത്മാക്കള് അല്ലെങ്കിൽ സ്വർഗത്തിലായിരിക്കുന്ന ആത്മാക്കള് അവർക്ക് നമ്മളെ ഭൂമിയിൽ എന്താണ് നടക്കുന്നത് അങ്ങനെ കാണാൻ സാധിക്കുമോ, അറിയാൻ സാധിക്കുമോ? അതാണ്. അവിടെ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അവർക്ക് അറിയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, ഇതൊരു ഞാൻ പറഞ്ഞില്ലേ, ഈ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ അബ്സല്യൂട്ട് ആയിട്ട് ആൻസർ ചെയ്യാവുന്ന കാര്യങ്ങളല്ല. പിന്നെ നമ്മൾ സഭയുടെ പ്രബോധനങ്ങളുടെ രത്നചുരുക്കത്തിൽ നിന്നും സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഒക്കെ ക്യാരക്ടറിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് പറയാവുന്ന കാര്യം ഇതാണ്. ഈ ഭൂമിയിലെ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നവർ ദൈവത്തിന്റെ പ്രപഞ്ചത്തിലാണ്, ദൈവത്തോടൊത്താണ്. അവർക്ക് ദൈവത്തോടൊത്തായിരിക്കുന്നവർക്കുള്ള പൂർണ്ണ ജ്ഞാനം, ദൈവത്തോട് ഒത്തായിരിക്കുമ്പോൾ ദൈവത്തിനുള്ളതുപോലത്തെ പൂർണ്ണ ജ്ഞാനവും പൂർണ്ണ അറിവും ഒക്കെ അവർക്കുമുണ്ട്. ആ അർത്ഥത്തിൽ അവർക്ക് സകലതിനെക്കുറിച്ചും ഉണ്ടെന്ന് തന്നെ പറയണം. അത് സ്വർഗത്തിലായിരിക്കുന്നവരെ കുറിച്ചും ശുദ്ധീകരണാവസ്ഥയിലായിരിക്കുന്നവരെ കുറിച്ചും ഭൗമിക സഭയിലായിരിക്കുന്നവരെ കുറിച്ചും അവർക്ക് ദൈവത്തോടൊത്തായിരിക്കുന്നു എന്നുള്ളതുകൊണ്ട്, ദൈവത്തോടുള്ള പരിപൂർണ്ണ കൂട്ടായ്മയിലായിരിക്കുന്നത് കൊണ്ട് ദൈവത്തിനുള്ളതുപോലെ, ദൈവം കാണുന്നത് പോലെ അവർക്കും കാണാൻ കഴിയും, അവർക്കും അറിയാൻ കഴിയും. അത് നമ്മളെ അഫക്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഡിഫറൻസ് ഉള്ളത്. അതിനെക്കുറിച്ചാണ് നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അത് അഫക്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് ദേനോ ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ടി അവരെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നവർക്കറിയാമോ എന്നൊക്കെ ആയിരിക്കും ചോദിക്കാൻ ഉദ്ദേശിച്ചത്. അതൊക്കെ അവർക്ക് തീർച്ചയായിട്ടും അറിയാം എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം. ഒരു ചോദ്യം നമുക്ക് എഴുതി കിട്ടി ചോദിച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ്. അച്ഛൻ നേരത്തെ അത് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൻസർ തന്നെ. ചില വിശുദ്ധർക്ക് ലഭിച്ച വെളിപ്പെടുത്തലുകൾ നരകത്തിലെ അഗ്നിയെക്കുറിച്ച്, അഗ്നിയുടെ തീവ്രതയെക്കുറിച്ചൊക്കെ പറയുന്നത് വായിച്ചിട്ടുണ്ട്. നരകത്തിലെ അവസ്ഥ ഒന്നുകൂടി വിവരിക്കാമോ? ഇപ്പം ഇതിനിടയിൽ തന്നെ നരകത്തിന്റെ അവസ്ഥ നമുക്ക് ഈ ദർശനങ്ങൾ കിട്ടുന്നത്, ഇപ്പം ചിലർക്കുണ്ടാകുന്ന നരകത്തിന്റെ ദർശനം, അവിടെ തീയാളുന്നു, ആത്മാക്കൾ നിലവിളിക്കുന്നു, ഒരിക്കലും കേട്ടിട്ടില്ലാത്തുള്ള ഭയപ്പെടുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നു, ഇങ്ങനെ തുടങ്ങുന്ന നരകത്തിന്റെ ദർശനങ്ങൾ ലഭിച്ചിട്ടുള്ള പ്രത്യക്ഷീകരണങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ആളുകളുണ്ട്. അവരിൽ വിശുദ്ധരുമുണ്ട്, അല്ലാത്ത ആളുകളും ഒക്കെയുണ്ട്. ഇനി ഒരു പ്രത്യക്ഷീകരണം അല്ലെങ്കിൽ ഒരു വിഷൻ, അതിനെ പൊതുവിൽ വിളിക്കുന്നത് പ്രൈവറ്റ് റെവലേഷൻ എന്നാണ്, സ്വകാര്യ വെളിപാട്. അങ്ങനെ ഒരു സ്വകാര്യ വെളിപാട് സ്വീകരിച്ചിരിക്കുന്ന ഒരാൾ കുറിച്ച് സഭ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രബോധനം തന്നെ നടക്കും. ഇപ്പം സ്വകാര്യ വെളിപാടുകളും പൊതു വെളിപാടും എന്ന് പറഞ്ഞ് CDF, കോൺഗ്രിഗേഷൻ ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത്, പബ്ലിഷ് ചെയ്തിട്ടുള്ള, ബെനഡിക്ട് മാർപ്പാപ്പയുടെ ആണ് അതിന്റെ പ്രീഫെക്ട് അന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ് തന്നെയുണ്ട്. ആ ഡോക്യുമെന്റ് നിങ്ങൾക്ക് ഇൻ സെനു ജെസു എന്ന് പറയുന്ന എന്ന പുസ്തകത്തിന്റെ ആമുഖത്തിൽ അത് മലയാള പരിഭാഷ അതിനകത്ത് കിട്ടും. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ ഒരു കോപ്പി ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ഗ്രൂപ്പിനകത്തിട്ട് തരാനായിട്ട് ഞാൻ ആവശ്യപ്പെടുകയും ചെയ്യും. അത് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ള ഒരു വിഷൻ, ഇതിനെക്കുറിച്ച് എന്താണ് ഈ സ്വകാര്യ വെളിപാടുകളുടെ ഉള്ളിൽ കിടക്കുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം പറയാം. ഒരു സ്വകാര്യ വെളിപാട് എന്ന് പറഞ്ഞാൽ അതൊരാൾക്ക് കിട്ടുന്ന ഒരു പ്രത്യേകതരം ആത്മീയ അനുഭൂതിയാണ്, അനുഭവമാണ്. അത് അതീന്ദ്രിയമാണ്. എന്നാൽ അത് വെറും ഭാവനയല്ല. എന്നാൽ അത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിക്കപ്പെടുന്ന ചില ഇതിങ്ങനെയാണ് എന്ന് പറയുന്ന ആൻസറുകളുമല്ല. അതൊരു അനുഭവമാണ്. ആ അനുഭവത്തെ അവര് വ്യാഖ്യാനിക്കുന്ന, അവർക്ക് മനസ്സിലായതുപോലെ അവരവതരിപ്പിക്കുന്ന വിധമാണ്. ഒരു സ്വകാര്യ വെളിപാടിനെ അവരവതരിപ്പിക്കുന്ന വിധമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പലപ്പോഴും അങ്ങനെ സാധാരണ ഭാഷയിൽ പോലും അങ്ങനെ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഒരമ്മ പറയാണ്, എന്റെ കൊച്ചെ നിന്റെ 10ാം ക്ലാസ്സിലെ പരീക്ഷ വന്നു, ഓർക്കും എനിക്ക് എന്റെ നെഞ്ചി തീയാണ് എന്ന് പറയാറുണ്ട്. നെഞ്ചിൽ എവിടെ അമ്മച്ചി തീയിരിക്കുന്നത്? ഇത്രയും വെള്ളവും കുടിച്ചിട്ട് ഇതുവരെ കെട്ടില്ലേ എന്ന് നമ്മൾ ചോദിക്കില്ല. കാരണം എന്താണ്? കാരണം അത് അമ്മയുടെ ഉള്ളിലുള്ള ആ പെയിനിനെ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അമ്മ അനുഭവിക്കുന്ന ആ പെയിനിനെ അങ്ങനെ തന്നെ അവതരിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിനോട് അനുയോജ്യമായ പദങ്ങളോ സംഭവങ്ങളോ കാര്യങ്ങളോ ഉപയോഗിച്ചായിരിക്കും അവർ അവതരിപ്പിക്കുക. അല്ല, അവർ പെർസീവ് ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. ആ അർത്ഥത്തിലാണത്. അല്ലാതെ അവിടെ തീയുണ്ട്, അവിടെ ചട്ടിയുണ്ട്, അതിനകത്ത് എണ്ണ തിളച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നതൊക്കെ ഭാവനാത്മകമാണ്. അഥവാ അവയൊക്കെ അവരനുഭവിച്ച അഭൗമിക അനുഭവത്തിന്റെ വാചികമായ രൂപങ്ങളാണ്. അല്ലാതെ അവയെ അക്ഷരാർത്ഥത്തിലുള്ള കാര്യങ്ങളായി എടുക്കാനേ പാടില്ല. സോറി, ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. പലപ്പോഴും പ്രൊട്ടസ്റ്റന്റ് ഫാമിലിയിൽ മരണ അടക്കത്തിനൊക്കെ ചെല്ലുമ്പോൾ പലപ്പോഴും എന്റെ പിതാവിന്റെ ഭവനത്തിൽ ധാരാളം വാസസ്ഥലങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള പ്രാർത്ഥന പറയുമ്പോൾ അതൊരു സ്ഥലമായിട്ടാണ് പലപ്പോഴും മനുഷ്യൻ ചിന്തിക്കുന്നത്. പക്ഷേ ലൈഫ് വിതിൻ ദ ട്രിനിറ്റി അല്ലേ വാസ്തവത്തിൽ സ്വർഗം എന്നത്. കാരണം യോഹന്നാന്റെ സുവിശേഷം 17:3 പറയുന്നുണ്ടല്ലോ, പിതാവ് ഏകസത്യതയും അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെ അറിയുക എന്നതാണ് നിത്യ. അപ്പൊ നിത്യജീവൻ അവനോടുള്ള അല്ലെ ജീവന്റെ ബന്ധത്തിലാകുന്നതല്ലേ പിതാവിന്റെ വാസസ്ഥലം എന്ന് പറയുന്ന പിതാവിന്റെ വാസസ്ഥലം എന്ന് പറയുന്ന യഥാർത്ഥത്തിന് യേശുക്രിസ്തു തന്നെയല്ലേ?
പിതാവിന്റെ വാസസ്ഥലം എന്ന് പറഞ്ഞാൽ അത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളതല്ലെന്ന് നമുക്ക് പെട്ടെന്ന് അറിയാം. അതിന്റെ അർത്ഥം ഭൂമിയിലുള്ള ദൈവം സൃഷ്ടിച്ച എല്ലാവർക്കും അവനിൽ വസിക്കാൻ കഴിയും എന്നാണ് അതിന്റെ അർത്ഥം. ക്യാൻ ഇൻഡ്വെൽ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ വസിക്കുകയും അങ്ങനെ ക്രിസ്തു ത്രിത്വത്തിലായിരിക്കുന്നത് വഴി ത്രിത്വത്തിൽ വസിക്കുകയും ചെയ്യാൻ എല്ലാവർക്കും കഴിയും എന്ന് പറയാം. ഒന്നോ രണ്ടോ പേർക്കല്ല, അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവനിൽ വസിക്കാൻ കഴിയും എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് ഈ പ്രൊട്ടസ്റ്റന്റ് സ്ഥലങ്ങളിലൊക്കെ അവരെ മനസ്സിലാക്കുന്നത് പലപ്പോഴും വളരെ വാചികമായിട്ടാണ്. അത് ഈ മിശിഹായിൽ വസിക്കലാണ്, ത്രിത്വത്തിൽ മിശിഹ വഴിയായി ത്രിത്വത്തിൽ വസിക്കലാണ്. നമ്മുടെ ക്ലാസ് 1 മണിക്കൂർ ക്ലാസ് 1.5, 1.45, 2 ഒക്കെ ആയി പോകുന്നുണ്ട്. നിങ്ങൾ അതിൽ വിഷമമൊന്നും വിചാരിക്കരുത്. ചോദ്യങ്ങൾ നമ്മളെ റിനേ ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ആണ് നമ്മളത് അയക്കുന്നത്. അപ്പൊ നമുക്ക് സാധിക്കുന്നവർക്ക് അതിനകത്ത് പങ്കുചേരുകയും ചെയ്യാം. ചോദ്യോത്തരങ്ങളാണല്ലോ. പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യത്തെക്കാൾ കൂടുതൽ ക്ലാരിറ്റി ഒക്കെ വരുന്നത് ചില ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോഴാണ്. എന്നെ ഭയങ്കര സന്തോഷിപ്പിക്കുന്ന കാര്യം, വളരെ നല്ല ചോദ്യങ്ങൾ മാത്രമേ ഇത്രയും കാലത്തിനിടയ്ക്ക് കേട്ടിട്ടുള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും അല്ലെ? വളരെ നല്ല ചോദ്യങ്ങൾ മാത്രം, വളരെ ഉചിതമായ ചോദ്യങ്ങൾ മാത്രം, നല്ല തിയോളജിക്കലി ഡെപ്ത് ഉള്ള ആൻസർ കൊടുക്കേണ്ട ചോദ്യങ്ങൾ മാത്രമാണ് നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ടുള്ളത്. അതൊക്കെ ഒരു വലിയ ദൈവ കരുണയും പരിപാലനയും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്, പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നതിൻ്റെയൊക്കെ സൂചനയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം സ്നേഹത്തോടെ നന്ദി പറയുകയും ചെയ്യും. എല്ലാവരുടെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങാണ് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ശുദ്ധീകരണ അവസ്ഥയെക്കുറിച്ചും നിത്യജീവിതത്തെക്കുറിച്ചും ഒക്കെ ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അവ പൂർണ്ണമായും വിശ്വാസയോഗ്യമാണ്. അങ്ങ് സത്യമായിരിക്കുന്നത് പോലെ തന്നെ അവയും സത്യമാണ്. ഞങ്ങളുടെ ഈ ഭൗമിക ജീവിതം യഥാർത്ഥമായിരിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ യഥാർത്ഥമാണ് ഇനി വരാനിരിക്കുന്ന ജീവിതം എന്ന് ഞങ്ങൾക്കറിയാം. ഭൗമിക ശരീരങ്ങൾ ഉണ്ടെങ്കിൽ സ്വർഗീയ ശരീരങ്ങളും ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ഈ ഭൂമിയിലെ ജീവിതമുണ്ടെങ്കിൽ സ്വർഗത്തിലൊരു ജീവിതമുണ്ട് എന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. അങ്ങയുടെ നീതിയുടെ ഭാഗമാണത്. ഈ ഭൂമിയിൽ നന്മ ചെയ്യുന്നവർ നന്മ തിരികെ കിട്ടാത്തവരായി അവസാനിച്ചു പോകാൻ അങ്ങ് ഇടവരുത്തുകയില്ല. ഈ ഭൂമിയിൽ നന്മ ചെയ്യുന്ന ആളുകളെല്ലാം ഈ ഭൂമിയിലെ സകല നന്മയും സ്വീകരിച്ചല്ല കടന്നു പോകുന്നത്. അങ്ങനെയെങ്കിൽ അവർക്ക് സ്വർഗത്തിലെ നന്മകൾക്ക് അർഹതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർഗമുണ്ട് എന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. നല്ല ഈശോയെ, ഞങ്ങളെ സൃഷ്ടിക്കുകയും സൃഷ്ടിയായിരുന്നിട്ടും അങ്ങയോടൊത്തായിരിക്കാൻ, അങ്ങിൽ അധിവസിക്കാൻ അവസരം നൽകുകയും ചെയ്ത അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ തിരുനാമത്തിന് എപ്പോഴും മഹത്വം ഉണ്ടാകട്ടെ. അങ്ങ് ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ചെയ്ത കാര്യങ്ങളല്ല കർത്താവെ, അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നവയെ ഓർത്ത് ആനന്ദിക്കാനും അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നവയെക്കുറിച്ച് നന്ദി പറയാനും അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ കൃതജ്ഞതയുള്ളവരായി തിരുസഭാ ജീവിതം നയിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോ നമ്മെ എല്ലാവരെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. സ്വർഗരാജ്യത്തിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ഈ ഭൂമിയിൽ പ്രസന്നവദനരായി കാണപ്പെടാനും കൂട്ടായ്മയിലായിരിക്കാനും അവിടെ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശംശയായിരിക്കും.